السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനി മജാലിസുകളുടെ ഫളായിലുകൾ ധാരാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹാബികൾ ദീന് പഠിക്കാൻ വളരെയധികം താൽപര്യം കാണിച്ചിരുന്നതായി ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരീഅത്തിൽ ഫർളായ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് തലബുൽ ഇൽമാണ്. ഇൽമ പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോടും അബ്ദുല്ലാഹി ബിൻ അൽ മുബാറക്കിനോടും റഹിമഹുമുല്ലാ ഒരു വ്യക്തി നിർബന്ധമായും പഠിക്കേണ്ട അറിവ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, പൊതുവെ നാം ചെയ്യുന്ന നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, അങ്ങനെയുള്ള വിഷയങ്ങൾ, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടത്തെക്കുറിച്ച്, നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നാം പഠിക്കൽ നിർബന്ധമാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ അൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൽമ പഠിക്കുക, അതിനായി നാം സമയം ഉപയോഗപ്പെടുത്തുക, അത് വലിയ ഇബാദത്താണ്. അതിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മലക്കുകൾ പ്രാർത്ഥന ദുആ ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ നിയത്തുകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മജാലിസുകളിൽ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നുള്ളത്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലും അല്ലെങ്കിൽ ജന്മന മുസ്ലിമായി ജനിച്ചതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരേ ഒരു മതം, അതിന്റെ വക്താക്കൾ ഞാനും നിങ്ങളുമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് പോലെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു മതം അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. വേറൊരു മതവും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നില്ല. ഈ മതത്തിന്റെ അനുയായികളായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ നിഅമത്താണ്. ഈ മതം അത് പരിപൂർണമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, പ്രവാചകരെ, ഇന്നത്തെ ദിവസം താങ്കൾക്ക് താങ്കളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. 7 ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ മുകളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സ നമുക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്ന പരിശുദ്ധമായ മതത്തിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. ഇത് വലിയ ഫضലാണ്. ഈ മതം എല്ലാ നന്മകളും നമുക്ക് പറഞ്ഞു തന്നു, എല്ലാ തിന്മകളെക്കുറിച്ചും നമുക്ക് താക്കീത്ത് നൽകി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതനായ വ്യക്തി വന്നുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മതം എല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചോദ്യം ഇസ്സത്തായി എടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു പറയുന്നു, അതെ, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി തന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയാൽ എങ്ങനെയാണ് അവന്റെ ആവശ്യം നിർവഹിക്കേണ്ടത്, എങ്ങനെ അവൻ ഇരിക്കണം എന്നുവരെ പഠിപ്പിച്ചിരിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് നീതിയുടെ മതമാണ്, എല്ലാവർക്കും നീതി മാത്രം നൽകുന്ന മതം. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി കാണിക്കാനാണ്, മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. അത് മൃഗങ്ങളാണെങ്കിൽ പോലും
ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും നന്മ കാണിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഹദീസിന്റെ അവസാനത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽയുഹിദ്ദ അഹദുകും ശഫറതഹ, നിങ്ങളിൽ ആരെങ്കിലും ബലിയർക്കുകയാണെങ്കിൽ നിങ്ങൾ അറുക്കാൻ ഉപയോഗിക്കുന്ന കത്തി അത് മൂർച്ചയുള്ളതാക്കണം. വല്യുരിഹ് ദബീഹത, അവൻ അറുക്കുന്ന ആ ബലിമൃഗത്തിന് പ്രയാസമില്ലാതെ റാഹത്തായി അവ ജീവിതം വെടിയാൻ സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, ജീവജാലങ്ങളോട് പോലും മൃഗങ്ങളോട് പോലും എല്ലാ ജീവികളോടും നന്മ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുപോലെ തന്നെ നീതി മക്കളുടെ വിഷയത്തിൽ കാണിക്കാൻ ശറഅ് നമ്മെ നിർദ്ദേശിച്ചു. മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഒരിക്കൽ എന്റെ ഉപ്പ എനിക്കൊരു ഹദിയ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഹദിയ നൽകപ്പെട്ടപ്പോൾ എന്റെ ഉമ്മ അംറ ബിൻത് റവാഹ റളിയല്ലാഹു അൻഹ എന്റെ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടിക്ക് മാത്രമാണ് ഹദിയ നൽകിയിട്ടുള്ളത്. ആ ഹദിയ നിങ്ങൾ നൽകിയതിൽ ഞാൻ തൃപ്തിപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാക്ഷ്യം പറയണം, പ്രവാചകൻ അത് അംഗീകരിക്കണം. അദ്ദേഹത്തിന്റെ വാപ്പ ബഷീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഖദ് നഹൽതു ഇബ്നി ഹാദാ ഗുലാമൻ, എന്റെ ഈ മകന് ഞാൻ ഒരു ഹദിയ നൽകി, ഒരു സമ്മാനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഫഅൽത ഹാദാ ബിവലദിക കുല്ലിഹിം, നിങ്ങളുടെ എല്ലാ മക്കൾക്കും ഇങ്ങനെ നിങ്ങൾ നൽകിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഭയക്കുക. വഅദിലു ബൈന ഔലാദികും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കുക. ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഷ്ഹദു അലാ ജൗർ, ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി ആ നൽകിയിരിക്കുന്ന സദഖ അല്ലെങ്കിൽ ഹദിയ തിരിച്ചു വാങ്ങിയതായി ഹദീസുകളിൽ നമുക്ക് കാണിക്കാം. ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും ഇസ്ലാം നന്മ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് മേഖലയാണെങ്കിലും, നമ്മുടെ കച്ചവട ഇടപാടുമായി ബന്ധപ്പെട്ടതാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യബുദ്ധിക്ക് യോജിക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കാത്ത, മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യവും ഈ ദീൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇത്ര വലിയ മതത്തിന്റെ, ഇത്ര നല്ല മതത്തിന്റെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതിൽ ആകാശത്ത് നിന്ന് അവതരിപ്പിച്ചിരിക്കുന്ന നിയമനിർമ്മാണങ്ങളുള്ള, മതസംവിധാനങ്ങളുള്ള ഏക മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ജൂത നസാറാക്കളുടെ മതം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച രൂപത്തിലല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അവരിന്ന് അവലംബിക്കുന്ന അവരുടെ കയ്യിലുള്ള ഇഞ്ചീലുകൾ അത് അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഇഞ്ചീലല്ല. ഇങ്ങനെ ആകാശവുമായി ബന്ധമുള്ള ഏക മതം അത് മുസ്ലിമീങ്ങൾ മാത്രമാണ്, ഇസ്ലാമിന്റെ ആളുകൾ മാത്രമാണ്. ഇത് അല്ലാഹുവിന്റെ മതമാണ്, അല്ലാഹു നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള മതം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കാണാം, ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു നമുക്ക് നൽകുന്ന അറിയിപ്പ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ശുക്ർ ചെയ്താൽ ഇനിയും അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും. വലഇൻ കഫർതും, അല്ലാഹു നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ കാണിക്കുന്നില്ല എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളാക്കിയതിൽ, അല്ലാഹു നമുക്ക് ഇസ്ലാം നൽകിയതിൽ അല്ലാഹുവിന് ശുക്ർ അറിയിക്കുക. ഈ അവസ്ഥയിലായിക്കൊണ്ട് മരണപ്പെടാൻ അല്ലാഹുവിനോട് സദാ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ചെയ്യാറുള്ള ദുആ ആണ്, അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കറിയില്ല നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലായി മരണപ്പെടാൻ നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എത്രയോ ആളുകളെ നമുക്കറിയാം, മുസ്ലിമീങ്ങളായിരുന്നു, ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിച്ചവരായിരുന്നു, ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്തുകൾ ചെയ്ത് പുസ്തകങ്ങൾ എഴുതിയവർ, സൗദിയിൽ പോലും ജീവിച്ച ചില പണ്ഡിതന്മാർ, അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി നരകത്തിന് അവകാശികളായിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്തിഖാമത്ത് നൽകേണ്ടത് അല്ലാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു, ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ, ഹൂദ് സൂറത്തും അതുപോലെയുള്ള ചില ആയത്തുകളും എനിക്ക് നരബാധിപ്പിച്ചു. നിങ്ങൾക്കറിയാം, സഹാബികൾ പറയാറുണ്ട്, അവിടുത്തെ താടി രോമങ്ങളിൽ ഏതാനും ചില രോമങ്ങൾ മാത്രമാണ് നര ബാധിച്ചിരുന്നത്. അതിനെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു, ഹൂദ് സൂറത്താണ് എനിക്ക് നരയുണ്ടാക്കിയത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം, അതിലുള്ള കൽപ്പനയാണ് പ്രവാചകന്റെ താടിക്ക് നര ബാധിപ്പിച്ചത്. എന്താണ് ആ കൽപ്പന? ഫസ്തഖിം കമാ ഉമിർത്,
പ്രവാചകരെ താങ്കളോട് കൽപ്പിച്ചതുപോലെ അള്ളാഹു എങ്ങനെയാണോ നിങ്ങളോട് കൽപ്പിച്ചത് ആ രൂപത്തിൽ നിങ്ങൾ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന കൽപ്പനയാണ് അവിടുത്തെ രോമങ്ങൾക്ക്, താടി രോമങ്ങൾക്ക് നരബാധിപ്പിച്ചത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, എത്രമാത്രം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, അതിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം സലഫിയത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുആവിദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം: ألا إن من كان قبلكم من أهل الكتاب افترقوا على 72 ملة. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേദക്കാർ അവർ 72 കക്ഷികളായി വേർപിരിഞ്ഞിട്ടുണ്ട്, 72 കക്ഷികളായി അവർ മാറിയിട്ടുണ്ട്. وإن هذه الأمة, എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്റെ ഈ സമുദായം സതഫ്തരിഖു അലാ 73 മില്ല, 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. 73 കക്ഷികളായി എന്റെ ഈ സമുദായം ഭിന്നിക്കുക തന്നെ ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 72 ഫിന്നാർ, അതിൽ 72 കക്ഷികൾ നരകാവകാശികളാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന, ഒരു കക്ഷി മാത്രമാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. വഹിയൽ ജമാഅ, അത് ജമാഅത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശേഷം അവിടുന്ന് പറഞ്ഞു, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മതി അഖ്വാമുൻ തജാറാ ബിഹിം തിൽകൽ അഹ്വാ കമാ യതജാറൽ കലബു ലിസാഹിബി. എന്റെ ഉമ്മത്തിൽ നിന്ന് ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് മോശമായ മാർഗത്തിൽ പോകുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വിഷയമാണ് ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടോ? ഭിന്നിപ്പില്ല. ഈ ഉമ്മത്തിൽ പ്രവാചകൻ ഈ വാക്കുകൾ പറയുമ്പോൾ ഭിന്നിപ്പില്ല. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മുൻകാലഘട്ടത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഹദീസ് സഹീഹായ ഹദീസാണ്. ചില ബിദ്അത്തിന്റെ ആളുകൾ ഈ ഹദീസ് ദുർബലമാണെന്ന് സമീപ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുൻകാലഘട്ടത്തിൽ വളരെ ചുരുക്കം ചില പണ്ഡിതന്മാരിൽ നിന്നാണ് അത് ലഈഫാണ് എന്ന അഭിപ്രായം വന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ഉലമാക്കളും ഈ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞവരാണ്. പിൽക്കാലഘട്ടത്തിൽ ചില ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ മോശമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻഗാമികളായ ചില പണ്ഡിതന്മാരിൽ നിന്ന് ദുർബലമാണെന്ന് വന്നത് അവർ ഹദീസിന്റെ ചില നിദാനശാസ്ത്രം അനുസരിച്ചുള്ള വിധിയാണ് നൽകിയത്. പക്ഷേ ഹദീസ് ധാരാളം വഴികളിലൂടെ വന്നതിനാൽ ഈ ഹദീസ് സഹീഹാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഹാഫിദ് അൽ ഇറാഖി റഹിമഹുല്ലയെ പോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെ അനേകം ഉലമാക്കൾ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാവുക തന്നെ ചെയ്യും, ഈ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിൽ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നവർ, ബാക്കിയുള്ള 72 കക്ഷികളും നരകത്തിൽ പോകുന്നവരാണ്. നരകത്തിൽ പോകുന്നവരെന്ന് പറഞ്ഞാൽ അവർ കാലാകാലം നരകത്തിലാണ് എന്നാണോ അർത്ഥം? അല്ല, അവർ കാലാകാലം നരകാവകാശികളാണെന്നല്ല അർത്ഥം. ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാമിലും ഖത്താബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മആലിമുസ് സുനനിലും ഷെയ്ഖുൽ ഇസ്ലാം മിൻഹാജുസ് സുന്നയിലുമൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. അവരെല്ലാവരും കാലാകാലം നരകത്തിലാണ് എന്ന അർത്ഥം അതിനില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെല്ലാവരും കാഫിരീങ്ങളാണ് എന്ന അർത്ഥം അതിലില്ല. ശരിയായ മാർഗം ഒരൊറ്റ മാർഗമായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഒരു മാർഗം ധാരാളം കക്ഷികളായി ജനങ്ങൾ തിരിയുമ്പോൾ അതിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഒരു മാർഗത്തെക്കുറിച്ച് വേറെയും ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, അബ്ദുറഹ്മാൻ ബിൻ അംർ അസ്സുലമിയും അലി ബിൻ ഹുജറും ഒരിക്കൽ
ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയി. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോവുകയും അദ്ദേഹത്തോട് പറഞ്ഞു, അതൈനാക സായിരീൻ ആയിദീന വമുഖ്തബിസീൻ. ഇർബാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ദീന് പഠിക്കാനാണ്, അതുപോലെ തന്നെ താങ്കളെ സന്ദർശിക്കാനാണ്, ദീനിയായ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം. പഠിക്കാൻ വേണ്ടി വന്ന ഈ താബിഈങ്ങൾക്ക് ഇർബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമുക്ക് ഇമാമായി നിസ്കരിച്ചു. ഫവഅലനാ മൗഇളതൻ ബലീഗ. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരെ തിരിയുകയും നമുക്ക് വലിയ ഒരു ഉപദേശം നൽകുകയും ചെയ്തു. ഇർബാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഉപദേശം കേട്ടപ്പോൾ നമ്മുടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി, നമ്മുടെ മനസ്സിലൊക്കെ ഭയമുണ്ടാകാൻ തുടങ്ങി, നമുക്ക് പേടിയായി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് കേട്ടപ്പോൾ ഇത് കേട്ട ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഅ. പ്രവാചകരെ, താങ്കളുടെ ഈ ഉപദേശം കേൾക്കുമ്പോൾ താങ്കൾ നമ്മോട് വിട പറയുന്ന ഒരു വ്യക്തി ഉപദേശം നൽകുന്നത് പോലെയുണ്ട്, താങ്കൾ നമ്മോട് വിടവാങ്ങുന്നത് പോലെയുണ്ട് താങ്കളുടെ ഉപദേശം കേൾക്കുമ്പോൾ. അതുകൊണ്ട് എന്താണ് താങ്കളുടെ മരണത്തിന് ശേഷം നമുക്ക് നൽകാനുള്ള വസിയ്യത്ത്, എന്താണ് താങ്കൾക്കുള്ള നസീഹത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. വസ്സമഇ വത്താഅ. ഭരണാധികാരികളെ അനുസരിക്കണമെന്നും ഞാൻ നിങ്ങളോട് വസിയ്യത്ത് നൽകുകയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജീവിക്കുന്നവർ, ഇതാരോടാ പറയുന്നത്? സഹാബത്തിനോട്. എനിക്ക് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. ഏതാനും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണേണ്ടി വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിലും നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുകളിലൊക്കെ ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം സംഭവിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ വാക്കുകൾ വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ ആദ്യമുള്ള മറുപടി ആർക്കാണ്? ഇന്ന് ചില ആളുകൾ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഒന്നിക്കാത്തത്? മുസ്ലിമീങ്ങൾ ഭിന്നിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം അല്ലാഹുവിന്റെ കൗനിയായ ഖദറിന്റെ അടിസ്ഥാനത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഈ ഭിന്നിപ്പുണ്ടായാലും ആരാണ് ഹക്കിന്റെ ആളുകൾ, അവരെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഹക്കിന് വേണ്ടി എക്കാലഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. എല്ലാ കാലഘട്ടത്തിലും ഹക്ക് പറയുന്ന, ഹക്കിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും. പ്രവാചകൻ പറഞ്ഞു, ലാ യദുറുഹും മൻ ഖാലഫഹും. അവരോട് ആരൊക്കെ എതിര് നിന്നാലും അവർക്കൊരു ദോഷവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. വലാ മൻ ഖദലഹും. അവരെ വഞ്ചിച്ചാൽ അവർക്കൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഒരു പറ്റം ആളുകൾ എന്നും ഹക്കിന് വേണ്ടി നിലനിൽക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവസാന നാൾ വരെ ഒരു സമുദായം അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഹക്കിനെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും ആ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിൽ വിജയിക്കുന്ന ഒരു കക്ഷി എന്നും ബാക്കിയായി നിലനിൽക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് മറ്റൊരു ഹദീസിൽ ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, നസായി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട്, ഒരിക്കൽ സഹാബത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഹദീസിൽ കാണാം, ഖത്ത റസൂലുള്ളാഹി ഖത്ത, പ്രവാചകൻ ഒരു വര വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ധാരാളം വരകൾ വരച്ചു. ശേഷം സഹാബത്തിനോട് പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന ഈ വരയാണ് ശരിയായ മാർഗം, ഇതാണ് ശരിയായ മാർഗം. പിന്നീട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ധാരാളം വരകൾ വരച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഹാദിഹി ഖുതൂത്ത്, ഇതൊക്കെ ഏതാനും ചില വഴികളാണ്, ചില മാർഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഇത്തരത്തിൽ പല മാർഗങ്ങളും ഉണ്ടാകും. വലതുഭാഗത്തേക്ക് ധാരാളം മാർഗങ്ങൾ, ഇടതുഭാഗത്തേക്ക് ധാരാളം മാർഗങ്ങൾ, നേരെയുള്ള ഒരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വരച്ച ശേഷം പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് ശരിയായ മാർഗം. ഇടതും വലതുമുള്ള വരകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി സുബുൽ ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താൻ, വലതും ഇടതുമുള്ള ഈ മാർഗങ്ങളിൽ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിൽക്കുന്ന പിശാചുക്കൾ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലേക്ക് ആളുകളെ വലിച്ചയക്കാൻ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അതാണ് ശരിയായ മാർഗം എന്ന് തോന്നിപ്പിക്കാൻ അവിടെയൊക്കെ പിശാചുകൾ നിൽക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വേറൊരു ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഫിത്നയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആത്തുന അലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇമാർ അത്തരത്തിലുള്ള മാർഗങ്ങളിലുണ്ട്. നാം ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, ഇതൊരു കാഫിറിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഒരു മുസ്ലിം തന്നെ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മാർഗങ്ങൾ അവന്റെ മുമ്പിൽ കാണാം. ഈ ഹദീസുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചിന്തിക്കുന്നതിന് പകരം നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വലതു നിന്നും ഇടതു നിന്നും ഇതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞ് ഓരോരോ ആളുകൾ ഓരോരോ ദിവസവും കടന്നു വരുന്നു. അവർ പറയുന്നു, ഇതാണ് ഹക്കിന്റെ മാർഗം, ഇതാണ് ശരിയായ മാർഗം. ഇത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഓരോരോ മാർഗവും അടഞ്ഞുകിടക്കുന്ന മാർഗമല്ല, മറിച്ച് ദുആത്തുന അലാ അബ്വാബി ജഹന്നം, അതിനുവേണ്ടി പണിയെടുക്കുന്ന ദാഇമാർ, അതിനുവേണ്ടി പണിയെടുക്കുന്ന പ്രബോധകന്മാർ ആ മാർഗങ്ങളിലുണ്ട്. ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അവര് പറയുന്നു, ഇതാണ് ശരിയായ മാർഗം. ഇങ്ങനെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന നസീഹത്ത് എന്താണ്? നിങ്ങൾക്ക് ആ ഒരു വിഷയം മനസ്സിലായോ? ശരിയായ ഇസ്ലാമിന്റെ ഒരു മാർഗമുണ്ട്, അതിൽ നിന്ന് തെറ്റിക്കാൻ ഇടതും വലതുമായി ധാരാളം ആളുകൾ, ധാരാളം മാർഗങ്ങൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ശരിയായ മാർഗം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഹദീസുകളിൽ പറയുന്നു. സഹാബികൾ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, പ്രവാചകരെ. എന്റെ സഹോദരങ്ങൾ ശരിക്ക് ചിന്തിക്കണം. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ചിന്തയോടുകൂടി, മനസ്സിലാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ആരാണ് ആ വിഭാഗം? ഇങ്ങനെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വലാലത്തിന്റെ വഴികളിലേക്ക് ആളുകൾ പോകുമ്പോൾ ഹക്കിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആ വിഭാഗം ആരാണ് പ്രവാചകരെ? നമുക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, മാ അന അലൈഹി അൽയൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ. നമുക്ക് പ്രവാചകൻ ദീനി വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം തരികയാണ്. ഞാനും എന്റെ സഹാബികളും എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുന്നവർ, ആ മാർഗത്തിലുള്ളവർ. വേറെ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു. എല്ലാവരും ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നു, എല്ലാവരും ഉദ്ധരിക്കുന്നത് ഹദീസ് തന്നെയാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമായി വന്നു. എല്ലാവരും പറയുന്നു, ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. പക്ഷേ സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ഇന്നും വരുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ അടുത്ത കാര്യം പറഞ്ഞു തരുന്നു, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സഹോദരങ്ങൾ ഈ ഹദീസ് പലതവണ കേട്ടവരായിരിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രവാചകൻ അവിടുത്തെ മാർഗവും സഹാബത്തിന്റെ മാർഗവും മുറുകെ പിടിക്കാൻ വേണ്ടി പറഞ്ഞ ശേഷം നിർത്തിയില്ല. ശേഷം എന്തു പറഞ്ഞു? തമസ്സകൂ ബിഹ, ആ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക, വിട്ടുകൊടുക്കരുത്. എന്തുകൊണ്ടാണ്? നേരത്തെ ഹുദൈഫയുടെ ഹദീസിൽ പറഞ്ഞത്, ദുആത്തുന അലാ അബ്വാബി ജഹന്നം, ആ മാർഗങ്ങളിലേക്ക്, വലാലത്തിന്റെ മാർഗങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആ മാർഗം, ആ ദാഇമാർ നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തമസ്സകൂ ബിഹ, ഈ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. ഏത് മാർഗം? പരിശുദ്ധമായ സുന്നത്തിന്റെയും സഹാബത്തിന്റെയും മാർഗം മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. കാരണം അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നഷ്ടപ്പെട്ടു പോകാം, ഏതവസരത്തിലും നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുന്നത്. നിങ്ങൾ അറബി ഭാഷ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഫഅലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നർത്ഥം. എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ശേഷം വീണ്ടും പറയുന്നു, തമസ്സകൂ ബിഹ, അത് ഒന്നുകൂടി നിങ്ങൾ ശക്തമായി പിടിക്കുക.
വഅല്ലു അലൈഹാ ബിന്നവാജിദ്, വീണ്ടും പറയുന്നു അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക, വിട്ടുകൊടുക്കരുത്. ഈ ഹദീസുകളൊക്കെ നിങ്ങൾ ചേർത്ത് വായിച്ചാൽ സഹോദരങ്ങളെ വ്യക്തമായി മനസ്സിലാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ലലാലത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ആളുകൾ കൂട്ടം കൂട്ടമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ഇതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഹഖ് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? സുന്നത്തും സഹാബത്തിന്റെ ചര്യയും. സുന്നത്തും സഹാബത്തിന്റെ ചര്യയും. ഒരു ഹദീസിൽ, നമ്മളിപ്പോൾ പറഞ്ഞൊരു ഹദീസിൽ പ്രവാചകന്റെ ചര്യയും 4 ഖുലഫാഉർ റാഷിദീങ്ങളെയും പറഞ്ഞു. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏത് മാർഗത്തിലാണോ എന്ന് പറഞ്ഞു. സഹാബത്തിനെ മൊത്തത്തിൽ പറഞ്ഞു. മൂന്നാമതൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്ത് പറഞ്ഞു? ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട്, ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറയാണ്, പ്രവാചകന്റെ തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ള തലമുറ അഥവാ താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ള തലമുറ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹാഫിദ് അൻ-നവവി സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളുമാണ്. അപ്പോൾ പ്രവാചകൻ ഈ ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ്? എന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. വേറെ ചില ഹദീസിൽ ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി, എനിക്ക് ശേഷം 2 ആളുകളെ നിങ്ങൾ മുറുകെ പിടിക്കുക, അബൂബക്കറിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും. പ്രവാചകന്റെ മാർഗം പറഞ്ഞു തന്നു, അബൂബക്കറിന്റെയും ഉമറിന്റെയും മാർഗം പറഞ്ഞു തന്നു. ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരുടെ മാർഗം പറഞ്ഞു തന്നു. സഹാബത്തിന്റെ മാർഗം പറഞ്ഞു തന്നു. ഇതൊക്കെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, അസ്ഹാബി അമനതുൽ ലി ഉമ്മതി, എന്റെ സഹാബത്താണ് ഈ ഉമ്മത്തിന്റെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വിശദീകരിക്കുന്നു, സഹാബത്ത് നഷ്ടപ്പെട്ടാൽ, സഹാബത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിലേക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ കടന്നുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം? ഈ ഉമ്മത്തിലേക്ക് ഭിന്നിപ്പ് വരും. അതുകൊണ്ട് ഭിന്നിപ്പ് വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഖുർആൻ, സുന്നത്ത്, ഇത് രണ്ടും എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മാതൃകയിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അലാമുൽ മുവഖ്ഖിഈനിൽ സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്ന വിഷയത്തിന് 40-ലധികം തെളിവുകൾ ഉദ്ധരിക്കുന്നത്. 40-ലധികം തെളിവുകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന് ചില ആളുകൾ എന്തു പറയും? നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ശരിയാണ്, ഖുർആനും സുന്നത്തുമാണ്. പക്ഷേ മാത്രമാണോ? അല്ല. ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതനുസരിച്ച് അതാണ് നമ്മുടെ പ്രമാണം. എന്താണ് സലഫുകൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ, സഹാബികൾ എങ്ങനെയാണോ ഒരു ആയത്ത് മനസ്സിലാക്കിയത് അങ്ങനെ നാം മനസ്സിലാക്കുക. താബിഈങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ നാം മനസ്സിലാക്കുക. അതാണ് സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് എന്ന് പറയുന്നത്. നാം പൊതുവെ സലഫി മൻഹജ് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ചില സാധാരണക്കാരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ കൊണ്ടുവന്ന എന്തോ ഒരു സാധനം, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന എന്തോ ഒരു സാധനം. സഹോദരങ്ങളെ, ഈ 2 പണ്ഡിതന്മാർ ഇസ്ലാമിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഖിദ്മത്ത് വളരെ വലുതാണ്. ഇനി നാം സങ്കല്പിക്കുക, അങ്ങനെ 2 പേർ ചരിത്രത്തിൽ വന്നില്ല എന്നിരിക്കട്ടെ, സലഫി മൻഹജ് ഇവിടെ നിലനിൽക്കും. കാരണം ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സഹാബത്തിന്റെ ഫഹമിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആ ഒരു ചിന്താഗതിക്കാണ് നാം എന്ത് പറയുന്നത്? സലഫി മൻഹജ് എന്ന് പറയുന്നത്. അപ്പോൾ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചുരുക്കം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സലഫി മൻഹജിന്റെ ഉദ്ദേശം. അതല്ലാതെ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു സംഘടനയുടെ പേരല്ല. അതിനൊരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയായി അവരിൽ കൂടുന്നവർ മാത്രം സലഫികൾ, അതല്ലാത്തവർ സലഫിയത്തിന് പുറത്ത് എന്നൊരു ചിന്താഗതി സലഫികളെ സംബന്ധിച്ചിടത്തോളമില്ല. മറിച്ച് സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് എന്ത് പറയുക? സലഫികൾ എന്ന് പറയുക. അത്തരത്തിലുള്ള മുൻഗാമികളെ കുറിച്ചാണ് സലഫുകൾ എന്ന് പറയുക. ഇന്ന് ചില ആളുകൾ എന്ത് പറയാറുണ്ട്? ഈ സലഫി എന്ന പേരൊക്കെ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതല്ലേ, ഈ പേരുകളൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. എന്നിട്ട് അവരെന്ത് പറയും? നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണെന്ന് പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് സഹാബികൾ ഉപയോഗിച്ച പേരാണോ? അന്നെല്ലാവരും അറിയപ്പെട്ടത് മുസ്ലിമീങ്ങൾ എന്ന പേരിലായിരുന്നു. എപ്പോഴാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉപയോഗിക്കപ്പെട്ടത്? ഇന്ന് സലഫി എന്ന പേര് വിമർശിക്കുന്നവർ പോലും പറയുന്നത് എന്താണ്? ഈ പേര് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അഹ്ലുസുന്ന എന്ന പേര് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അന്നെല്ലാവരും പറഞ്ഞിരുന്നത് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ സൂചിപ്പിച്ചത്,
അഹ്ലുസുന്ന എന്ന പേരും പിൽക്കാലഘട്ടത്തിൽ വന്നതാണ്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവരെല്ലാവരും പറഞ്ഞിരുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ളത് മാത്രമാണ്. പിൽക്കാലഘട്ടത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ ദീനിലേക്ക് വന്നു. അവർ ദീനിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വാദിക്കാൻ വേണ്ടി തുടങ്ങി. അവരാണ് ഹക്കിന്റെ ആളുകൾ എന്ന് പറയാൻ തുടങ്ങി. ഈ സമയമാണ് അഹ്ലുസുന്ന എന്ന പേരിൽ ഹക്കിന്റെ ആളുകൾ അറിയപ്പെട്ടത്. ബിദ്അത്തിന്റെ ആളുകൾ അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അ എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. പിന്നീട് അഹ്ലുസുന്ന എന്ന പേര് ദുരുപയോഗം ചെയ്യപ്പെട്ടു. എല്ലാവരും വന്ന്, ഇഖ്വാനികൾ വന്നു, അവർ പറഞ്ഞു അഹ്ലുസുന്നയാണ്. തബ്ലീഗുകാർ വന്നു, അവർ പറഞ്ഞു അഹ്ലുസുന്നയാണ്. ജമാഅത്തെ ഇസ്ലാമി വന്നു, അവർ പറഞ്ഞു അഹ്ലുസുന്നയാണ്. ഈ സമയത്ത് അവരിൽ നിന്ന് മാറി നിൽക്കാനാണ് സലഫികൾ എന്ന പേര് സ്വീകരിച്ചത്. മാത്രമല്ല, ഈ പേരിന് ശറഈൽ അടിസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ, ശറഈലല്ല പണ്ഡിതന്മാരുടെ ഉപയോഗത്തിൽ അടിസ്ഥാനമുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. ഷാഫിഈ മദ്ഹബിലെ ആളുകളാണല്ലോ പൊതുവെ വിമർശിക്കാറുള്ളത്. ഷാഫിഈ മദ്ഹബിലെ ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹം ദാറഖുത്നിയെ കുറിച്ച് സിയർ അലാമിൻ നുബലായിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു കാന സലഫിയൻ. ഇമാം ദഹബി ദാറഖുത്നിയെ കുറിച്ച് പറഞ്ഞു കാന സലഫിയൻ, അദ്ദേഹം സലഫിയായിരുന്നു. താരീഖുൽ ഇസ്ലാമിൽ ഇമാം ദഹബി റഹിമഹുല്ലാ ഇബ്നു അബ്ദുൽ ബർറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു കാന സലഫിയൻ ലിഇഅ്തിഖാദ്, അദ്ദേഹം സലഫി വിശ്വാസമുള്ളവനായിരുന്നു. മതീന ദിയാന, ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻഗാമികൾ എന്ന അർത്ഥത്തിൽ സലഫുകൾ എന്ന പദം റാഷിദ് ബിൻ സഅദ് റഹിമഹുല്ലാ ഉദ്ധരിച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫികൾ എന്ന പദം അല്ലെങ്കിൽ സലഫുകൾ എന്ന് മുൻഗാമികളെ കുറിച്ച് പറയുന്ന പദം പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. അതിന് ശറഈൽ അടിസ്ഥാനമുണ്ട്. അത് നമ്മുടെ പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിൽ അടക്കമുള്ള ഉലമാക്കൾ ഉപയോഗിച്ചു വന്നിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്റെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ചില ആളുകളൊക്കെ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് ഖുർആനും സുന്നത്തും പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ സഹാബത്തിനും താബിഈങ്ങൾക്കും ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നവർ, സഹാബികൾ പറഞ്ഞാലും സ്വീകരിക്കാത്തവർ. അത് ശരിയല്ല. സഹാബത്തിന്റെ ഫഹ്മ് സഹോദരങ്ങളെ, അവർ ദീന് മനസ്സിലാക്കിയത് പോലെയാണ് നാം മനസ്സിലാക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം അല്ലാഹു പറയും വമൻ യുശാഖിഖിർ റസൂൽ. ശരിക്കും നിങ്ങൾ ചിന്തിക്കുക. വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും പ്രവാചകനോട് എതിരായി നിൽക്കുകയാണെങ്കിൽ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ. ഖുർആൻ ഇറങ്ങുമ്പോൾ ആരാണ് വിശ്വാസികൾ? ആരാണ്? സഹാബികൾ. ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള വിശ്വാസികൾ സഹാബികളാണ്. വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അവനെ നാം വിടും. വനുസ്ലിഹി ജഹന്നം, പരലോകത്തെത്തിയാൽ കഠിനമായ നരകാഗ്നിയിൽ അവനെ നാം ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനത്തിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ സലഫുസ് സാലിഹീങ്ങളുടെ മൻഹജ് സ്വീകരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൗകര്യമനുസരിച്ചല്ല, നിർബന്ധമാണ് സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് 4 മദ്ഹബിന്റെ ഉലമാക്കൾക്കിടയിൽ സഹാബത്തിന്റെ വാക്ക് തെളിവാണെന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചില ആളുകൾ പറയും ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ആദ്യം തെളിവാണെന്ന് പറഞ്ഞിരുന്നു, പിന്നെ മാറ്റിയിട്ടുണ്ട്. ശരിയല്ല. ഇമാം ഷാഫിഈയുടെ അഭിപ്രായം, ആദ്യത്തെ അഭിപ്രായവും അവസാനത്തെ അഭിപ്രായവും സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നുള്ളതാണ്. അതാണ് ഇമാം അലാഇയെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അപ്പോൾ 4 മദ്ഹബിന്റെ ഉലമാക്കൾ പറയുന്നതനുസരിച്ച്, നമ്മുടെ മുൻഗാമികൾ പറയുന്നതനുസരിച്ച്, ഇമാം അഹ്മദ് ഉസൂൽ സുന്നയുടെ തുടക്കത്തിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ പ്രമാണമാണ് സഹാബത്ത് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. അവർ മനസ്സിലാക്കിയത്, അവരെ പഠിപ്പിച്ചത്, അവരുടെ മാർഗം, അവരെക്കാളും നന്നാകാൻ നമുക്ക് സാധിക്കുമോ? സഹാബികളെക്കാളും നന്നാകാൻ നമുക്ക് സാധിക്കുമോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയുടെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ നല്ലത്, അതല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണോ? നമ്മുടെ നാട്ടിലൊക്കെ ചില പാഠപുസ്തകങ്ങളിൽ 5ാമത്തെ ഖലീഫയായിട്ടാണ് ആരെ പറയാറുള്ളത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ. അത് തെറ്റാണ്. അദ്ദേഹത്തെക്കാളും എത്രയോ ഫضലുള്ള വ്യക്തിയാണ് മുആവിയ. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞു, പ്രവാചകന്റെ കൂടെ മുആവിയ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിന് തട്ടിയിരിക്കുന്ന ആ പൊടിയുടെ വില പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞു. അതിന്റെ അർത്ഥം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒന്നിനും കൊള്ളാത്തവനാണെന്നല്ല, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആലിമാണ്, അലമാണ്. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം സഹാബിയുമായി താരതമ്യം ചെയ്യാനുള്ള ഫضലില്ല. കാരണം സഹാബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവാചകനെ കണ്ടു എന്നുള്ള ഫضൽ തന്നെ ഏറ്റവും വലിയ ഫضലാണ്.
അവർ പ്രവാചകനോട് സഹവസിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. പ്രത്യേകിച്ച് മുആവിയ പ്രവാചകന്റെ വഹി എഴുതുന്ന സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച സഹാബിയാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മുആവിയ സഹാബികളിലുള്ള വാതിലാണ്, സഹാബികളിലേക്കുള്ള വാതിലാണ് മുആവിയ. ഇന്ന് ബിദ്അത്തിന്റെ ആളുകൾ മുആവിയെ കുറ്റം പറയുന്നത് എന്തിനാണ്? അവർക്ക് അതിലൂടെ സഹാബികളെ കുറ്റം പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അപ്പോൾ എന്താണ് സലഫി മൻഹജ് എന്ന് മനസ്സിലായല്ലോ. സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി ആവർത്തിക്കാം, ഖുർആനും സുന്നത്തും മുൻഗാമികൾ സഹാബികളും താബിഈങ്ങളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതിനാണ് നാം സലഫി മൻഹജ് എന്ന് പറയുന്നത്. ഇവിടെ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ സഹാബികളുടെ പൊതുവായ ഒരു മൻഹജുണ്ട്, ഒരു മാർഗമുണ്ട്, അതാണ് അവിടെ ഉദ്ദേശം. അതല്ലാതെ നാളെ ഒരു വ്യക്തി പറയാണ്, ഞാൻ എല്ലാ വിഷയത്തിലും ഇനി മുതൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റും, ഇബ്നു ഉമർ എന്ത് പറഞ്ഞു അതൊക്കെ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ ഞാൻ എല്ലാ വിഷയത്തിലും ഉമർ ഇബ്നുൽ ഖത്താബിനെ നാളെ മുതൽ പിൻപറ്റും എന്ന് പറയാമോ? പറയാൻ പാടില്ല. അവരുടെ മൻഹജാണ് ഉദ്ദേശം. അങ്ങനെ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ, അഥവാ ഞാൻ നാളെ മുതൽ എല്ലാ കാര്യത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു തെറ്റും സംഭവിക്കാത്ത ഒരു വ്യക്തിയായിട്ട് നാം നിലനിർത്തുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഫതാവൽ മിസ്രിയയിൽ പറയുന്നു, മനിദ്ദഅൽ ഇസ്മത ലി അഹദിൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലം അന്നഹു ളാൽ. പ്രവാചകന് ശേഷം ഈ ഉമ്മത്തിൽ ആർക്കെങ്കിലും പാപ സുരക്ഷിതരാണെന്നൊരു ധാരണ ഒരു വ്യക്തി കരുതുകയാണെങ്കിൽ, അഥവാ നമ്മുടെ നേതാവിന് ഒരു തെറ്റും പറ്റുകയില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഒരു തെറ്റും പറ്റുകയില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ വഴിപിഴച്ചവനാണ് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫതാവൽ മിസ്രിയയിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഇതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. ഈ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ, അപ്പോൾ സലഫി എന്ന പേര് പറയുക എന്നുള്ളത് ഒരിക്കലും ശർഅ എതിർത്തതല്ല, മറിച്ച് അത് വ്യക്തമായ നല്ല ഒരു ഉദ്ദേശത്തിന് മേലുള്ള ഒരു പേരാണ്. അതൊരിക്കലും മോശമായ ഒരു സന്ദേശം നൽകുന്ന പേരല്ല. മറിച്ച് ബിദ്അത്തിന്റെ ആളുകൾ അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെട്ടപ്പോഴാണ് അഹ്ലുസുന്ന, അവർ യഥാർത്ഥ അഹ്ലുസുന്ന സലഫികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൻഹജുസ് സലഫ് പിൻപറ്റുന്നതിന്റെ വിധി എന്താണ്? നിർബന്ധമാണ്. സലഫി മൻഹജ് പിൻപറ്റുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. എന്താണ് തെളിവ്? നേരത്തെ ഓതിയ ആയത്ത് സൂറത്തു നിസായിലെ 115-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയാൽ അവനെ നാം നരകത്തിലേക്കിടും. വിശ്വാസികളുടെ മാർഗം സ്വഹാബത്തിന്റെ മാർഗമാണ്. അപ്പോൾ സലഫി മൻഹജ് പിൻപറ്റുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. എന്നാൽ നാം ഒരു നാട്ടിൽ പോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നാം ചെന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു പരിപാടിയിൽ നാം ചെന്നു എന്ന് സങ്കല്പിക്കുക. അവിടെയുള്ള ആളുകളോട് നാം സലഫിയാണെന്ന് പറഞ്ഞാൽ അവരത് സ്വീകരിക്കാൻ, നാം പറയുന്നത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കുകയില്ല, അത് തള്ളാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ആ പേര് സലഫിയാണ് എന്ന പേര് തൽക്കാലം കുറച്ചു സമയത്തേക്ക്, അല്ലെങ്കിൽ അവർക്ക് വിഷയം മനസ്സിലാകുന്നതുവരെ പറയാതിരിക്കാം ശർഅ അനുവദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഉലമാക്കളുടെ സംസാരത്തിൽ കാണാം മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട്. കാരണം ഒരിക്കലും ഇങ്ങനെയുള്ള പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ദഅവത്ത് തടസ്സമാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സലഫിയത്ത് എന്ന പേര് ആളുകൾ പലരും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ സുന്നികളും സമസ്തയുടെ ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും തബ്ലീഗുകാരൊക്കെ സലഫിയത്ത് എന്ന് പറഞ്ഞ് അതെന്തോ പുതിയൊരു ആശയമാണ് എന്ന രൂപത്തിൽ ആളുകളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്. നമ്മുടെ ബാധ്യത എന്താണ്? ആളുകൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കണം, സലഫിയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം, സലഫി എന്ന് പറയുകയും വേണം. പക്ഷേ നമുക്കൊരാളോട് തുടങ്ങാൻ അതൊരു തടസ്സമാണെങ്കിൽ ആ പേര് പറയുന്നത് ഒന്ന് വൈകിപ്പിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് അഹ്മദ് അൽ അതീഖ് ഹഫിളഹുല്ലാഹ് അങ്ങനെ ധാരാളം ഉലമാക്കൾ സമീപകാലം പല ദർസുകളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളുടെ സംസാരത്തിലും അത്തരത്തിലുള്ള ചില ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ശർഅ അംഗീകരിച്ചിരിക്കുന്ന രണ്ട് പേരുകളാണ് അൻസാറും മുഹാജിരീങ്ങളും. ശർഅ അംഗീകരിച്ചതാണ്, പരിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന പേരുകളാണ്. പക്ഷേ സഹാബത്തിനിടയിൽ ഒരിക്കൽ പ്രശ്നമുണ്ടായി. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു സഹാബി, അൻസാരിയായ ഒരു സഹാബി മുഹാജിരിയായ ഒരു സഹാബിയെ ചെറുതായി ഒന്ന് കൈകൊണ്ട് തട്ടി. അങ്ങനെ അദ്ദേഹത്തിന് കോപം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗോത്രക്കാരെ യാൽ അൻസാർ, അൻസാരികളെ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. മറ്റേ വ്യക്തി യാൽ മുഹാജിരീങ്ങൾ നിങ്ങൾ വരൂ, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപിച്ചുകൊണ്ട് പറഞ്ഞു, അബി ദഅവൽ ജാഹിലിയ്യ വഅന ബൈന അദ്ഹുരിക്കും,
ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലെ സമ്പ്രദായമാണോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് ചോദിച്ചു. അവർ വിളിച്ചത് എന്താ? അൻസാരികളെ, മുഹാജിരികളെ എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഷെരീഫായ രണ്ട് പേരുകളാണ് ഈ രണ്ട് പേരുകൾ. പക്ഷേ മോശമായ ഒരു അർത്ഥത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഹിലിയ വിളി എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സലഫി എന്ന് പറയണ്ട എന്നല്ല. സലഫി എന്ന് പറയണം, സലഫി എന്ന് പറയണം. നമ്മുടെ അഖീദ നാം പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഒന്നും അറിയാത്തൊരു വ്യക്തി, സലഫിയത്തിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അവരുടെ അരികിൽ നാം നേരെ പോയി സലഫിയാണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ സംസാരം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അവരോട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? നിങ്ങൾ ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കൊടുക്കാം. അത് വ്യക്തമാണ്, അതാരും നിഷേധിക്കുകയില്ല. ഇനി നാം ഈ പറഞ്ഞിരിക്കുന്ന തെളിവുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഒരു സാധാരണ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിന്റെ അരികിൽ പോയി നിങ്ങൾ ചോദിക്കുക, ഖുർആനും സുന്നത്തും വിശദീകരിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഈ പുരോഹിതന്മാരാണോ അതല്ല സഹാബികളാണോ? എല്ലാവരും പറയും സഹാബികളാണ്. ആ മാർഗത്തിന് പറയുന്ന പേരാണ് സലഫി മൻഹജ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് സലഫി മൻഹജിനെ കുറിച്ച് പ്രധാനമായും സൂചിപ്പിക്കാനുള്ള ഒരു ആമുഖം. പിന്നെ ഈ സലഫി മൻഹജിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, ഇനി പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, നമ്മുടെ പ്രമാണങ്ങൾ എന്താണ്? സലഫികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രമാണങ്ങൾ എന്താണ്? ഇതുവരെ നമ്മുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും ഖുർആനും സുന്നത്തും ഫഹ്മുസ്സലഫും. ആ ഫഹ്മുസ്സലഫിനാണ് എന്ത് പറയുന്നത്? ഇജ്മാ എന്ന് പറയുന്നത്. ആ ഫഹ്മുസ്സലഫിനാണ് നാം എന്ത് പറയുന്നത്? ഇജ്മാ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനും സുന്നത്തും ഫഹ്മുസ്സലഫ് അനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രമാണം. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രമാണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലേ? ഇതല്ലേ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഖുർആനും സുന്നത്തും, അതുപോലെ തന്നെ ഈ സുന്നത്ത് സഹാബത്ത് മനസ്സിലാക്കിയതനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരു പക്ഷേ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, നിങ്ങളുടെ കൂട്ടത്തിലാവണമെന്നില്ല, ചിലപ്പോൾ ആരെങ്കിലും കേൾക്കുന്ന ഒരു വ്യക്തി ചിലപ്പം ചിന്തിക്കാം, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമല്ലേ, ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങൾ, സഹാബികൾ, ആരെങ്കിലും സഹാബികളെ തള്ളുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടായേക്കാം. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ശരിക്കൊന്നിന് ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാം കാണുന്ന വ്യത്യസ്തമായ സംഘടനകൾ, വ്യത്യസ്തമായ വിഭാഗങ്ങൾ, തബ്ലീഗ് ജമാഅത്ത് ആവട്ടെ, സുന്നികളാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഇത്തരത്തിലുള്ള ഏത് സംഘടനകളെ നിങ്ങൾ നോക്കിയാലും, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തും അതുപോലെ തന്നെ സമസ്തക്കാരും, അവർ വിശ്വാസപരമായി പിൻപറ്റുന്നത് ഏത് മദ്ഹബിനെയാണ്? അശ്അരി മദ്ഹബും അതുപോലെ തന്നെ മാതുരീദി മദ്ഹബും. കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരണത്തിലുള്ളത് അശ്അരി മദ്ഹബാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ പിൻപറ്റുന്നത് മാതുരീദി മദ്ഹബാണ്. നിങ്ങൾ പലരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്ന വിഷയമാണ് ഫിഖ്ഹിയായ വിഷയങ്ങളിൽ 4 മദ്ഹബ് പിൻപറ്റണം. അഖീദയിൽ രണ്ടാലൊരു ഇമാമിനെ പിൻപറ്റണം. ഒന്നുകിൽ അബുൽ ഹസൻ അൽ അശ്അരി അല്ലെങ്കിൽ അബു മൻസൂർ അൽ മാതുരീദി. ഈ രണ്ടാലൊരു മദ്ഹബിനെ പിൻപറ്റണമെന്ന് മദ്രസകളിൽ പഠിപ്പിക്കാറുണ്ട്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സമസ്തക്കാരെന്ന് പറയുന്ന വിഭാഗം, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗം, ഇത്തരത്തിലുള്ള ആളുകൾ അവർ വിശ്വാസധാരയിൽ അംഗീകരിക്കുന്ന മൻഹജ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് അശ്അരി മദ്ഹബാണ്. നാം പറഞ്ഞു അഹ്ലുസുന്ന സലഫികൾ, അവരുടെ അടിസ്ഥാനം എന്താ? ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. എന്നാൽ അശാഇറകളുടേത് എന്താണ്? അശ്അരി മദ്ഹബിന്റെ എന്താണ്? ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, അതല്ലാതെ എല്ലാ വിഷയങ്ങളും പറയാൻ ഈ ഒരു മജ്ലിസ് അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. അത് നല്ല ശ്രദ്ധയിൽ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതുക. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അവരുടെ പ്രമാണങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ പ്രമാണം എന്താ? ഖുർആനും സുന്നത്തും ഫഹ്മുസ്സലഫും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിച്ചതായി അവിടുത്തെ പ്രവർത്തനമായി സ്ഥിരപ്പെട്ടതൊക്കെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നിങ്ങളൊരു ഹദീസ് ഇപ്പോൾ കേൾക്കുകയാണ്. ഞാനൊരു ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വായിച്ചു. ആ ഹദീസ് നിങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പം ബുഖാരിയിലുള്ള ഹദീസാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്താ? ഇതനുസരിച്ച് നമുക്ക് ഇനി വിശ്വസിക്കാം, ഇത് വിശ്വസിക്കണം. എന്നാൽ അശഅഇറകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സുന്നത്തും സ്വീകാര്യമല്ല. എല്ലാ സുന്നത്തും സ്വീകാര്യമല്ല. അതിനു മുമ്പ് ചെറിയൊരു വിഷയം ഞാൻ പറയാം, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ. സുന്നത്തിനെ പൊതുവെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ പിൽക്കാലഘട്ടത്തിൽ, ഇത് പ്രത്യേകിച്ച് വന്നത് മുതകല്ലിമീങ്ങളുടെ അരികിൽ നിന്നാണ്, 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുതവാത്തിർ, മറ്റൊന്ന് ആഹാദ്. ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ അവസാനത്തിൽ ചോദിക്കണം.
ഒന്ന് മുതവാത്തിർ, മറ്റൊന്ന് ആഹാദ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ഒരു സഹാബി ഉദ്ധരിച്ച ഒരു ഹദീസാണെന്ന് സങ്കല്പിക്കുക. ഒരു സഹാബി ഉദ്ധരിച്ചു, സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഒരു സഹാബി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതെന്തിൽ പെട്ടതാണ്? ആഹാദിൽ പെട്ടതാണ്. രണ്ട് സഹാബി ഉദ്ധരിച്ചതാണെന്ന് സങ്കല്പിക്കുക, അതും ആഹാദിൽ പെട്ടതാണ്. മൂന്ന് സഹാബികൾ ഉദ്ധരിച്ചു എന്ന് സങ്കല്പിക്കുക, അതും ആഹാദിൽ പെട്ടതാണ്. മനസ്സിലാവുണ്ടോ? ആഹാദ്, മുതവാത്തിർ, ഈ രണ്ട് പേരുകൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ എഴുതി വെക്കുക. ആഹാദ്, ഈ ആഹാദിന്റെ കീഴിൽ ഒരാൾ ഉദ്ധരിച്ചാലും രണ്ടുദ്ധരിച്ചാലും മൂന്നുദ്ധരിച്ചാലും ഒക്കെ എന്താണ്? ആഹാദാണ്. ഇനി ധാരാളം ആളുകൾ ഉദ്ധരിച്ചു, അതിന് പ്രത്യേകിച്ച് ഒരു എണ്ണം നിശ്ചിതമല്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ ചില പണ്ഡിതന്മാർ 10ന് മുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ധാരാളം ആളുകൾ ഉദ്ധരിച്ച, ഇപ്പം ചില ഹദീസുകളുണ്ട് 70 സഹാബികൾ ഉദ്ധരിച്ചത്. ഇങ്ങനെ ധാരാളം ആളുകൾ ഉദ്ധരിച്ച ഹദീസിനാണ് എന്ത് പറയുക? മുതവാത്തിർ എന്ന് പറയുക. മുതവാത്തിർ എന്ന് പറയുക. മനസ്സിലായോ? ആ ഒരു വിഷയം മനസ്സിലായില്ലേ? മുതവാത്തിർ, ആഹാദ്, ഇങ്ങനെയാണ് ഹദീസുകൾ ഉള്ളത്. അശാഇറകൾ പറയുന്നത് ആഹാദായ ഹദീസുകൾ, ഞാൻ ആഹാദിന് അർത്ഥം പറയില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മുതവാത്തിർ അല്ലാത്ത ഹദീസുകൾ, ആഹാദായ ഹദീസുകൾ നമുക്ക് വിശ്വാസങ്ങളിൽ പ്രമാണമല്ല എന്നാണ് ആര് പറയുന്നത്? അശാഇറകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് കുറച്ചാണോ അവർ തള്ളിയത്? ബഹുഭൂരിപക്ഷം ഹദീസുകളും അവർ വിശ്വാസത്തിൽ സ്വീകരിക്കുകയില്ല. ബഹുഭൂരിപക്ഷം ഹദീസും. ബഹുഭൂരിപക്ഷം എന്ന് മാത്രമല്ല, ഇബ്നു സലാഹ് റഹിമഹുല്ലാ, അദ്ദേഹം ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്, അശ്അരി ചിന്താഗതിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാ നുസ്ഹത്തുൻ നദറിൽ പറയുന്നതായി കാണാം, മുതവാത്തിറിന് ഉദാഹരണം പറയുമ്പോൾ ഒരുപക്ഷെ മുതവാത്തിറിന് ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഒരേ ഒരു ഹദീസ് ഏതാണ്? ആരെങ്കിലും പ്രവാചകന്റെ മേൽ കളവ് പറയുകയാണെങ്കിൽ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ, ആരെങ്കിലും പ്രവാചകന്റെ മേൽ കളവ് പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന ഹദീസ് മാത്രമേ മുതവാത്തിറിന് ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന അർത്ഥത്തിൽ ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത്. മുതകല്ലിമീങ്ങൾ പറയുന്നതനുസരിച്ച്, അഥവാ അശാഇറകൾ പറയുന്നതനുസരിച്ച്, അവരുടെ നിർവചനം അനുസരിച്ച് ഒരുപക്ഷെ ഒരു മുതവാത്തിറായ ഹദീസും സ്ഥിരപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു നജ്ജാർ അൽ ഉസൂലി അദ്ദേഹത്തിന്റെ ശർഹുൽ കൗകബിൽ മുനീറിലും അതുപോലെ ധാരാളം പണ്ഡിതന്മാർ അവരുടെ ചില ഗ്രന്ഥങ്ങളിലുമൊക്കെ സൂചിപ്പിച്ചത് മുതകല്ലിമീങ്ങൾ പറയുന്നതനുസരിച്ച്. ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിലൊക്കെ പറഞ്ഞത് മുതകല്ലിമീങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു മുതവാത്തിർ പോലും ലഭിക്കണമെന്നില്ല. അത്രയും നിബന്ധനകൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഹദീസിനെ വേർതിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നു, ഈ ഹദീസുകൾ ഒന്നും വിശ്വാസത്തിന് പറ്റുന്നതല്ല. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു നമ്മോട് പറയുന്നത് എന്താ? പ്രവാചകനിൽ നിന്നൊരു കാര്യം വന്നാൽ നിങ്ങൾ സ്വീകരിക്കുക. ഇവര് പറയുന്നത് എന്താ? ഇപ്പൊ നിങ്ങളോട് നാളെ ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക? നമ്മൾ പൊതുവെ എന്താ ചോദിച്ച് ശീലിച്ചത്? ഹദീസ് സഹീഹാണോ? അതേ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും, അമൽ ചെയ്യും. അവരോട് ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞാൽ സഹീഹായിക്കൊള്ളട്ടെ, പക്ഷെ അഖീദയിൽ പറ്റില്ല. ഇതാണ് അശാഇറകളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അസ്മാഉ സിഫാത്തുകൾ അവർ തള്ളുന്നത്. അതുകൊണ്ടാണ് ധാരാളം പിഴവുകൾ അവർക്ക് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നല്ലൊരു ഭാഗം ഹദീസുകൾ അവർ തള്ളിയവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ ഒന്നാമത്തെ അടിസ്ഥാനം, അവരുടെ പ്രധാന അടിസ്ഥാനമാണ് അവരുടെ പ്രമാണം ഖുർആൻ, അതുപോലെ തന്നെ സുന്നത്തിൽ നിന്ന് മുതവാത്തിറായത് മാത്രമേ വിശ്വാസ കാര്യങ്ങളിൽ അവർ സ്വീകരിക്കുകയുള്ളൂ. അവരുടെ പണ്ഡിതനായ റാസി അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസ് എന്ന കിതാബിൽ പറയുന്നു, അത്തമസ്സുകു ബിഖബറിൽ വാഹിദി ഫീ മഅരിഫത്തില്ലാഹി ഗൈറു ജായിസ്. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഖബറുൽ വാഹിദ് ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇത് നമ്മൾ പറയുന്നതല്ല. ഇന്ന് അശാരികൾ ഏറ്റവും വലിയ പണ്ഡിതനായി പറയുന്നത് ആരൊക്കെയാണ്? പ്രധാനമായും രണ്ടുപേരെയാണ്. ആരൊക്കെയാണ്? ഒന്ന് റാസിയും മറ്റൊന്ന് അബൂബക്കർ അൽ ബാഖില്ലാനിയും. അബുൽ ഹസൻ അശ്അരി അശാഇറ മദ്ഹബുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിലേക്കാണ് ചേർത്ത് പറയുന്നതെങ്കിലും അദ്ദേഹം ധാരാളം ആശയങ്ങളിൽ നിന്ന് പിന്നീട് പിന്മാറിയിട്ടുണ്ട്. ഇന്നവർ പ്രധാനമായും ഉദ്ധരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കുരോ ടൂറിസം, അവരുടെയൊക്കെ സംവാദങ്ങളും അവരുടെയൊക്കെ സംസാരങ്ങളൊക്കെ അവർ പ്രധാനമായും ഉദ്ധരിക്കുന്നത് റാസിയെയാണ്. അവരുടെ പ്രമാണം പ്രധാനമായും ഒന്ന് റാസിയും മറ്റൊന്ന് അബൂബക്കർ അൽ ബാഖില്ലാനിയുമാണ്. ഈ റാസി അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസിൽ പറയുന്നു, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഖബറുൽ ആഹാദ് ഉദ്ധരിക്കുക എന്നുള്ളത് ഗൈറു ജായിസിൻ, അനുവദനീയമല്ല. ഇതിനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ദർഉ തആറുദുൽ അഖ്ലി വൻ നഖ്ലിലും അതുപോലെ തന്നെ ബയാനു തൽബീസുൽ ജഹ്മിയയിലുമൊക്കെ മറുപടി നൽകിയിട്ടുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, ഖബറുൽ ആഹാദ് സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞതിന്, അല്ലെങ്കിൽ അതൊരിക്കലും തെളിവല്ല എന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയ മറുപടി നൽകിയ പണ്ഡിതനാരാണ്? ഇമാം ഷാഫിഈ റഹിമഹുള്ളയാണ്. അദ്ദേഹത്തിന്റെ അർരിസാലയിൽ
അദ്ദേഹം വളരെ വിശാലമായ ആ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അശാഇറകൾ, സമസ്തക്കാർ അവരത് അംഗീകരിക്കുന്നില്ല. അവർ വിശ്വാസ കാര്യങ്ങളിൽ ഷാഫിഈയെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരോടൊരു ചർച്ചക്കും വകയില്ലായിരുന്നു. ഇമാം ഷാഫിഈ സലഫി മൻഹജിന്റെ അലമാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഒരു പ്രശ്നവുമില്ല ഈ രൂപത്തിൽ അഖദിയായ പിഴവുകൾ ഇവരെ പോലെ. ഇമാം ഷാഫിഈ ഖബറുൽ ആഹാദ് സ്വീകരിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതിനുവേണ്ടി പ്രമാണങ്ങൾ നിരത്തി അതിനെതിരായി പറയുന്നവർക്ക് മറുപടി പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഇവർ സ്വീകരിക്കുന്നത് റാസിയുടെ ഈ വാദത്തെയാണ്. അഥവാ ഖബറുൽ ആഹാദ് വിശ്വാസ കാര്യങ്ങളിൽ സ്വീകരിക്കാൻ പാടില്ല. നല്ലൊരു ഭാഗം അവരെ തള്ളി. നിങ്ങൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാക്കുന്നെന്ന് എനിക്ക് അറിയില്ല. കാരണം ഹദീസുകൾ തള്ളുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രവാചകന്റെ ഹദീസുകൾ തള്ളുന്നു. വിശ്വാസത്തിന് ഇത് കൊള്ളില്ല എന്ന് പറയുന്നു. അവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വാക്കുകളെക്കാളും സ്ഥാനം നൽകുന്നത് അവരുടെ ബുദ്ധിക്കാണ്. അല്ലാഹു അക്ബർ. ഇതൊരു പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇതാരും വിശ്വസിക്കില്ലായിരുന്നു. അവരുടെ വിശ്വാസമനുസരിച്ച് ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും അവർ സ്ഥാനം നൽകുന്നത് അവരുടെ ബുദ്ധിക്കാണ്. റാസി തന്നെ അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസിലും അൽ മതാലിബുൽ ആലിയ എന്ന ഗ്രന്ഥത്തിലൊക്കെ പറയുന്നു, ഇദാ തആറദത്തിൽ ബറാഹീനുൽ അഖ്ലിയ്യ ബിൽ ലവാഹിരിൻ നഖ്ലിയ്യ, നമ്മുടെ ബുദ്ധിയുടെ ചിന്താഗതികളും ബുദ്ധിയുടെ കാര്യങ്ങളും ഒക്കെ പ്രമാണങ്ങൾക്ക് എതിരായി വരികയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? പ്രമാണം മുന്തിക്കണം. പക്ഷേ റാസിയുടെ ആ സംസാരത്തിന്റെ അവസാനത്തിൽ പറയുന്നു, ബുദ്ധിയെയാണ് നാം മുന്തിക്കേണ്ടത്. നിങ്ങളൊരു ഹദീസ് നാളെ വായിച്ചു, സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. ആ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിയെയാണ്. ഇവിടെ സഹോദരങ്ങളെ, എത്ര ബാലിശമായ വാദമാണിത്! ബുദ്ധിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ, നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയാണ്. നാം പലരും പലതരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ആരുടെ ബുദ്ധിയാണ് നാം അവലംബിക്കേണ്ടത്? അവർ പറയുന്നു, ഇത് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ ഹദീസുകൾ തള്ളാം, ഇത് അവരുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി അവർ സ്വീകരിക്കുന്നതുവരെ അവരുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഇതൊക്കെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്, ഹദീസുകൾ. ആ ഹദീസുകൾ ഇവർ പറയുന്നു ഇത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവരുടെ ഈ വാദങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദർഉ തആറുദുൽ അഖ്ൽ വൻ നഖൽ എന്ന കിതാബിലൊക്കെ മറുപടി പറയുന്നു. നിങ്ങൾ അശാഇറകളുടെ ചില സംസാരങ്ങൾ കേട്ടാൽ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അൽ ഖാനൂനുൽ കുല്ലി. അൽ ഖാനൂൻ അൽ കുല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ബുദ്ധിക്കാണ് ശർഇനേക്കാളും നഖലിനേക്കാളും സ്ഥാനം. അത് റാസി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ദർഉ തആറുദുൽ അഖ്ൽ വൻ നഖൽ എന്ന കിതാബിൽ ഖണ്ഡിച്ചത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ നാം പറഞ്ഞിരുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നതിന് ഒരിക്കലും അഹ്ലുസുന്ന എതിരല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിന്റെ ദഅവത്ത് നടത്തുമ്പോൾ ബുദ്ധിപരമായി സംസാരിച്ചതായി കാണാം. വാപ്പയോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത, കേൾക്കാത്ത, കാണാത്ത ഈ വിഗ്രഹത്തെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അത് ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ശർഹുൽ അസ്ഫഹാനിയയിൽ പറഞ്ഞു, ബുദ്ധി ഉപയോഗിക്കാൻ ഒരിക്കലും ശർഅ എതിരല്ല. പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കാര്യം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹദീസിനെ തള്ളി നമ്മുടെ ബുദ്ധിക്ക് മുൻഗണന നൽകുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ മാർഗമല്ല. അതുകൊണ്ടാണ് അള്ളാഹു വിശ്വാസികളുടെ വിശേഷണമായി പ്രധാനമായി എന്ന് പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. ധാരാളം ഹദീസുകൾ സഹോദരങ്ങളെ ആഹാദായ ഹദീസുകളാണ്. ധാരാളം ഹദീസുകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്തിന്റെ വലിയൊരു ഭാഗം ഇവർ തള്ളി, ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞു. രണ്ടാമതായി സ്ഥിരപ്പെട്ടിരിക്കുന്ന ഹദീസുകളാണെങ്കിൽ, അവർ അംഗീകരിച്ച ഹദീസുകളാണെങ്കിൽ പോലും അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് പരിഗണിക്കേണ്ടത്. ഇതാണ് നാട്ടിലെ സമസ്തക്കാരുടെ വിശ്വാസം. ഇത് ഞാൻ പറയുന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. അവരുടെ പുസ്തകങ്ങളിൽ എന്നും അവർ പഠിപ്പിക്കുന്നത് ഈ ഒരു ആശയമാണ്. അവരുടെ സ്ഥാപനങ്ങളിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയാൽ അശഅരി അഖീദയാണ് അവർ പഠിപ്പിക്കുന്നത്. കേരളത്തിന് പുറത്തെത്തിയാൽ പല സ്ഥാപനങ്ങളിലും മാതുരീദി അഖീദയാണ് പഠിപ്പിക്കുന്നത്. ആ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന വിശ്വാസം ഇതാണ്, ബുദ്ധിക്കാണ് സ്ഥാനം നൽകേണ്ടത് എന്നുള്ളത്. തീർന്നില്ല, പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യങ്ങൾ നിങ്ങൾ ഓരോ വിഷയം ബന്ധിപ്പിച്ചു വരിക. നല്ലൊരു ഭാഗം ഹദീസുകൾ ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞ് തള്ളി, സ്ഥിരപ്പെട്ട വിഷയങ്ങൾ തന്നെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിൽ അത് തള്ളാം. ഇനി ഈ നുസൂസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഖുർആനിൽ ആയത്തുകളുണ്ട്, എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എന്താണ് ചെയ്യാൻ പറ്റുക? അതിനെ വ്യാഖ്യാനിക്കുക. സനൂസി
അദ്ദേഹത്തിന്റെ ഷർഹു അഖീദത്തി അഹ്ലി തൗഹീദ് അൽ കുബ്ര എന്ന കിതാബിൽ അശ്അരി പണ്ഡിതനായ സനൂസി പറയുന്നു, കുഫറിന്റെ 6 അടിസ്ഥാനങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അതിലൊരു അടിസ്ഥാനമായി അത്തമസ്സുകു ബിളവാഹിരിൽ കിതാബി വസ്സുന്ന മിൻ ഗൈരി അർദിഹിമാ അലൽ ബറാഹീനിൽ അഖ്ലിയ്യ. ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്കുകൾ നമ്മുടെ ബുദ്ധിക്ക് അതിന്റെ മുകൾ വെച്ച് താരതമ്യപ്പെടുത്തി ബുദ്ധി അംഗീകരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാം, ബുദ്ധി അംഗീകരിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തള്ളണം. ഇനി ആരെങ്കിലും ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അത് കുഫറിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്ന് സനൂസി പറയുന്നു. അത് കുഫറിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. തക്വീറിന്റെ വിഷയത്തിൽ ഏറ്റവും അധികം മികച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് അശാഇറകൾ. എന്നിട്ട് അവർ അഹ്ലുസുന്നയെ പറയും, അവരാളുകളെ തക്ഫീർ ചെയ്യുന്നു, അവരാളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നു. തക്ഫീറിന്റെ വിഷയത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് അശാഇറകൾ. അവർ ഇത്തരത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്കുകൾ ദുർവ്യാഖ്യാനിച്ചു. അവർക്ക് തോന്നിയാൽ മതി, അവരുടെ ബുദ്ധി അനുസരിച്ച് ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അവർ വ്യാഖ്യാനിക്കും. അവർ അതിന് ഓരോ വ്യാഖ്യാനങ്ങൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്ത് അവർക്ക് തോന്നാണ് ഇത് ലാഹിർ എടുക്കാൻ പറ്റില്ല, എന്നാൽ അവർ അത് വ്യാഖ്യാനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ മടങ്ങേണ്ടത് എവിടത്തേക്കാണ്? സഹാബത്തിന്റെ മൻഹജിലേക്ക്. ഏതെങ്കിലും ഒരു സഹാബി ഖുർആനിൽ ഒരു ആയത്ത് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഇവർ ചെയ്തതുപോലെ? നിങ്ങളൊരു പക്ഷേ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരിൽപ്പെട്ട ചില പഠിച്ച ആളുകളാണെങ്കിൽ എന്ത് പറയും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 7 സ്ഥലങ്ങളിൽ അങ്ങനെ തഅ്വീൽ നടത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഅ്വീൽ നടത്തിയെന്ന് പറയുന്നത് പലരും സ്ഥിരപ്പെടാത്തതാണ്. ഇനി സ്ഥിരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയുള്ളതാണ്? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാന ഭാഗത്തിൽ ഇറങ്ങും എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? ഇറങ്ങും, അള്ളാഹു ഇറങ്ങും. എന്നാൽ ഇവരെന്ത് പറയും? അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഇറങ്ങുന്നത്. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു തന്നെ ഇറങ്ങും. അള്ളാഹു ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് കരുണ ചെയ്യും, അള്ളാഹുവിന്റെ അടിമകൾക്ക് അവരുടെ ദുആകൾക്ക് ഉത്തരം നൽകും. അതൊക്കെ അതിനെ തുടർന്ന് വരുന്ന വിഷയങ്ങളാണ്. അതിനെ തുടർന്ന് വരുന്ന ചില വിഷയങ്ങൾ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെന്ത് പറയും? ആ സഹാബി ആ വിശേഷണത്തെ എതിർത്തിരുന്നു. അവരൊരിക്കലും എതിർത്തിരുന്നില്ല. ഒരു സഹാബി പോലും അള്ളാഹുവിന്റെ സിഫത്തുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും നുസൂസുകൾ എതിർത്തതായി, ദുർവ്യാഖ്യാനിച്ചതായി സഹോദരങ്ങളെ നമുക്കെവിടെയും കാണുക സാധ്യമല്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വാക്കുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത്, ഈ രൂപത്തിൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയല്ല എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അത് ജഹ്മിയാക്കളുടെ മസ്ലക്കാണ്, അത് ജഹ്മിയാക്കളുടെ രീതിയാണ്, അതല്ലാതെ അഹ്ലുസുന്നക്ക് ആ ഒരു പരിചയം ഇല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇമാം തിർമിദി റഹിമഹുല്ലാ പറയുന്നതായി കാണാം. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു പിഴവാണ്, അവര് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിലല്ല. അല്ലാഹു പറയുന്നു അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു 7 ആകാശത്തിന് മുകളിൽ അർശിന്റെ മുകളിലാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു, അവരുടെ ചില പണ്ഡിതന്മാർ പറയുന്നത് ലാ ദാഖിലൽ ആലം, ഭൂമിയുടെ ഉള്ളിലല്ല, വലാ ഖാരിജ, പുറത്തല്ല, വലാ മുൻഫസിലൻ വലാ മുത്തസിലൻ, അകത്തുമല്ല പുറത്തുമല്ല, ചേർന്നിട്ടുമല്ല മാറിയിട്ടുമല്ല. ചുരുക്കത്തിൽ അവരുടെ വാദത്തിൽ ചില വാക്കുകൾ നിങ്ങൾക്ക് വായിച്ചാൽ അങ്ങനെയൊന്നില്ല എന്ന രൂപത്തിലാണ് തോന്നിപ്പോവുക. ഇതാണ് ശായറുകൾ പഠിപ്പിക്കുന്നത്. ചില ആളുകൾ എന്ത് പറയും? അള്ളാഹു എല്ലായിടത്തുമുണ്ട്. ഈ 2 വാദവും അഹ്ലുസുന്നക്ക് അന്യമാണ്. അള്ളാഹു പറയുന്നു അഅമിൻതും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ? അള്ളാഹു പറയുന്നതാണ്. അറിയാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഒരു സ്ത്രീ, അടിമയായ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. പ്രവാചകൻ അവരോട് ചോദിച്ചു, ഐന അല്ലാഹ്, അള്ളാഹു എവിടെയാണ്? അവർ പറഞ്ഞു ഫിസ് സമാ, ആകാശത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, അഅതിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവരെ വിട്ടേക്കുക, അവർ വിശ്വാസിയാണ്, അവർ മുഅ്മിനത്താണ്. ഈ ഹദീസ് ആരാ ഉദ്ധരിച്ചത്? സഹീഹ് മുസ്ലിമിൽ. തയ്യിബ്, അശ്അരിയോട് നിങ്ങൾ പറയുക സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്, അവനെന്ത് പറയും? ഖബറുൽ ആഹാദാണ്, സ്വീകരിക്കാൻ പറ്റില്ല, ഖബറുൽ ആഹാദാണ്, ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ രൂപത്തിൽ ഇത്രയും പിഴച്ച വിശ്വാസങ്ങളിലേക്ക് അവരെ എത്തിച്ചത് ഖബറുൽ ആഹാദ് തള്ളിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പക്ഷേ ഖബറുൽ ആഹാദ് തള്ളി എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഓരോരോ ഹദീസുകൾ എടുത്ത് നിങ്ങൾ നോക്കിയാൽ അവർ ഇങ്ങനെ അനേകം ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, മുൻഗാമികൾ എല്ലാവരും അംഗീകരിച്ച, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്ന, ആയിരക്കണക്കിന് ഉലമാക്കൾ പരിശോധിച്ച ആ ഗ്രന്ഥത്തിൽ സ്ഥിരപ്പെട്ട ഹദീസ് അവർ പറയുന്നു അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല.
അതുകൊണ്ടാണ് അവരുടെ വിശ്വാസം അള്ളാഹു അർശിന്റെ മുകളിലല്ല എന്ന് വിശ്വസിക്കുന്നു. ഷാഫിഈ മദ്ഹബിലെ തന്നെ ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അൽ ഉലൂ ലിൽ അലിയിൽ ഗഫാർ, അള്ളാഹുവിന്റെ ഉലൂ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയതായി കാണാം, ഇജ്തിമാഉൽ ജുയൂഷിൽ ഇസ്ലാമിയ എന്ന പേരിൽ അദ്ദേഹം അള്ളാഹു ഉപരിയിലാണ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം സ്ഥാപിച്ചിട്ടുണ്ട്. നൂനിയയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു 2000-ലധികം തെളിവുകളുണ്ട് അള്ളാഹുവിന്റെ ഉലൂ സ്ഥിരപ്പെടുത്താൻ, 2000-ലധികം തെളിവുകൾ. എന്നിട്ട് ഇവർ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ സമസ്തക്കാരോട് ചോദിച്ചാൽ അവരെന്താ പറയുക? അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അള്ളാഹു പറയുന്നു അള്ളാഹു ആകാശത്തിൽ അർശിന് മുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അള്ളാഹു ആകാശത്താണ്. പക്ഷെ ഇവർ പറയുന്നു അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വാദങ്ങൾ. അതുപോലെ തന്നെ അവരുടെ അശാഇറകളുടെ പ്രധാനപ്പെട്ട ഒരു പിഴവാണ്, അശാഇറ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു വിഭാഗമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് അംഗീകരിക്കുന്നത്, അവർ പറയുന്നു അള്ളാഹുവിന്റെ ഫആലുകൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അതിനൊരു യുക്തിയുമില്ല. ഇപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു യുക്തിയില്ലാത്ത പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് യുക്തിയില്ല എന്നാണ്. അബൂബക്കർ അൽ ബാഖില്ലാനി അദ്ദേഹത്തിന്റെ തംഹീദുൽ അവാഇൽ എന്ന കിതാബിലും ബാജൂരി ശർഹ് ജൗഹറത്ത് തൗഹീദിലുമൊക്കെ ഈ ആശയം സ്ഥാപിക്കുന്നതായി കാണാം. അള്ളാഹുവിനെ കുറിച്ച് എത്ര ഗുരുതരമായ വാദങ്ങളാണ്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് യുക്തിയില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം അള്ളാഹു കേൾക്കുന്നവനാണ്, അതുപോലെ തന്നെ അള്ളാഹു കാണുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ വന്നു. അവരെന്ത് പറയും? ഇതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? ഖബറുൽ ആഹാദാണ്. മറ്റൊരു കാരണം എന്താ? അവർ പറയുന്നു അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യരെ പോലെ അള്ളാഹു ചിരിക്കും. അപ്പൊ എങ്ങനെയാണ് മനുഷ്യരോട് അള്ളാഹുവിനെ നമ്മൾ സാദൃശ്യപ്പെടുത്തുക? അതാരാ അവരോട് പറഞ്ഞു കൊടുത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ അവർ പറയും അപ്പൊ മനുഷ്യരെ പോലെ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ന് അവരോട് ചോദിക്കുക, നിങ്ങളെ കാഴ്ചപ്പാടിൽ എത്ര സിഫാത്തുകളുണ്ട്? അപ്പൊ അവർ പറയും 7 സിഫാത്തുകളാണ് സിഫാത്തുൽ മആനിയിൽ അവർ സ്വീകരിക്കുന്നത്. 7 സിഫാത്തുകൾ. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ഇൽമ്, സമഅ്, ബസർ, കലാം, ഹയാത്ത്, ഇറാദത്ത്, ഈ 7 സിഫത്തുകൾ അവർ അംഗീകരിക്കുന്നു. അതിലൊന്ന് ഉദാഹരണത്തിന് അള്ളാഹു കേൾക്കും, അത് അംഗീകരിക്കുന്നു. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കുക, അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള സിഫാത്തുകൾ തള്ളുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? അത് അള്ളാഹുനുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാണ്. അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളെ പോലെ ചിരിക്കുമെന്നാണ്. അതുകൊണ്ട് ആ സിഫത്തെ അവർ നിഷേധിച്ചു. അപ്പൊ അവരോട് ചോദിക്കുക, അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ കേൾക്കുമെന്ന് വരൂലേ? ഇല്ല. അതെന്തേ? അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ്. എന്നാൽ അതെന്തുകൊണ്ട് ബാക്കിയുള്ള സിഫാത്തുകളിൽ പറയാത്തത്? അതവർ പറയില്ല. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് അവരുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മദ്ഹബാണ്. അശാഇറകളുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മദ്ഹബാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലുള്ള ബിദ്അത്തിന്റെ നേതാക്കന്മാർ അവർ അവരുടെ പ്രസംഗങ്ങളിൽ അള്ളാഹുവിന്റെ നുസൂലിനെ പരിഹസിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവരുടെ തന്നെ അശാഇറ മദ്ഹബിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ബാഖില്ലാനി, അദ്ദേഹം അള്ളാഹുവിന്റെ പല സിഫാത്തുകളും അംഗീകരിച്ചിരുന്നു. അവർ അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹത്തിന് അൽ ഇബാനയിൽ, ഇബ്നു ഫൂറഖ് അദ്ദേഹത്തിന് തഅ്വീൽ മുശ്കിലുൽ ഹദീസിൽ ചില സിഫാത്തുകളൊക്കെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വന്ന അശ്അരി പണ്ഡിതന്മാർ ഈ സിഫാത്തുകൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇജ്തിമാഉൽ ജുയൂഷിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് പിൽക്കാലഘട്ടത്തിൽ വന്ന അശ്അരികളാണ് ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചവരെക്കാളും മോശപ്പെട്ടവർ. അള്ളാഹുവിന്റെ സിഫാത്തുകൾ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യങ്ങൾ കൊണ്ട് ഇത്രയും അധികം മോശമായ കൈകാര്യം ചെയ്ത മറ്റൊരു വിഭാഗം ഒരുപക്ഷെ കുറവായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഈ വിഭാഗം വിശ്വസിക്കുന്ന ഇവരുടെ വിശ്വാസം. ഇവരുടെ പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാർ റാസി ആവട്ടെ, ബാഖില്ലാനി ആവട്ടെ, ജുവൈനി ആവട്ടെ, ഗസാലി ആവട്ടെ, അവരെല്ലാവരും ജീവിതത്തിന്റെ അവസാന സമയം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ മദ്ഹബ് സ്വീകരിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹ് മദ്ഹബിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഇവർ സ്വീകരിക്കുന്നത് അവരാദ്യം പറഞ്ഞിരിക്കുന്ന ആശയം ഏതാണോ ആ ഒരു ആശയത്തിലാണ് ഇവർ ഇന്നും നിലകൊള്ളുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അശാഇറകളെ തബ്ദീഅ് ചെയ്തിട്ടില്ല എന്ന്. അതിനെന്താ കാരണം? ചില സ്ഥലങ്ങളിൽ ശൈഖുൽ ഇസ്ലാം അവർ അഹ്ലുസുന്നയോട് അടുത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അഹ്ലുസുന്നയുടെ അടുത്തവരാണ്, പക്ഷെ തബ്ദീഅ് ചെയ്തില്ല എന്ന അർത്ഥം അതിലില്ല. ശൈഖുൽ ഇസ്ലാം മജ്മൂഉൽ ഫതാവയിൽ അവരെ കുറിച്ച് മുബ്തദിഅകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അശാഇറകളെ കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശൈഖുൽ ഇസ്ലാം അഹ്ലുസുന്നയായി അവരെ വിശേഷിപ്പിച്ചത് ചില പ്രത്യേക സ്ഥലങ്ങളിലാണ്.
ഒരു നാട്ടിൽ റാഫിദിയാക്കളും മുഅ്തസിലിയാക്കളും മാത്രമാണുള്ളതെങ്കിൽ ഇവരാണ് അഹ്ലുസുന്ന എന്ന രൂപത്തിലൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമിന് ചില സംസാരങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഷെയ്ഖുൽ ഇസ്ലാം അവരെ തബ്ദീഅ ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അവരെ തബ്ദീഅ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഒരു സഹോദരന്റെ ഒരു ലേഖനം പോലെ വായിച്ചപ്പോഴാണ് ഷെയ്ഖുൽ ഇസ്ലാം തബ്ദീഅ ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിൽ എഴുത്ത് കണ്ടത്. അപ്പോഴാണ് ഈ ഒരു വിഷയത്തെ ഉണർത്തണമെന്ന് ചിന്തിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല തന്നെ അവരെ തബ്ദീഅ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ, സമസ്ത വിഭാഗത്തിന്റെ ആളുകൾ, അവരുടെ വിശ്വാസമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അശ്അരി ചിന്താഗതികൾ, ഇത് അവരുടെ ഉസൂലുകളിൽ പെട്ടതാണ്. അവരുടെ മദാരിസുകളിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയമാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ അവർ ചെയ്യുന്ന സൂഫിസത്തിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം അറിയാം. ധാരാളം വിഷയങ്ങളുണ്ട് അവർക്ക്. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാഥ നടത്തുന്നവർ. ഹാഷിം നഈമി എന്ന് പറയുന്ന സമസ്ത പണ്ഡിതൻ വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന ഗ്രന്ഥത്തിലാണെന്ന് എന്റെ ഓർമ്മ 36-ാമത്തെ പേജിൽ പറയുന്നു, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ആശയം പിശാചിന്റെ ആശയമാണെന്ന് വഹാബികൾക്ക് നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇത് പുസ്തകത്തിൽ എഴുതി വെച്ച വാക്കുകളാണ്. ഇതേ വാക്കുകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് പിശാചിന്റെ ആശയമാണെന്ന് വഹാബികളെ നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹാഷിം നഈമി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നു. ഇങ്ങനെ വലാലത്തിന്റെ ധാരാളം വാക്യങ്ങൾ ബുർദയിൽ അവർ പറയുന്നത് ഫൈന്ന മിൻ ജൂദിക ദുനിയ വദറതഹ, പ്രവാചകരെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ഭൂമിയും ആഖിറവും ഒക്കെ. വമിൻ ഉലൂമിക, പ്രവാചകരെ താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി, അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അറിയുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയും. അപ്പൊ നിങ്ങൾ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. കുരുവട്ടൂർ തരീഖത്തും മറ്റൊരു തരീഖത്തും തമ്മിലുള്ള സംസാരങ്ങളും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്താണ്? ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള വിഷയങ്ങളിലാണ്. ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്നൊരു വിഭാഗം, ഓരോരോ വർഷത്തിലും ഓരോരോ നൂറ്റാണ്ടിലും പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വരുമെന്നൊരു വിഭാഗം. ഇങ്ങനെ വ്യത്യസ്തമായ ഷിർക്കിന്റെയും വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ അവർ പ്രചരിപ്പിക്കുന്നത് വേറെയും ധാരാളമുണ്ട്. മങ്കൂസ് മൗലൂദുകൾ, അതിലൊക്കെയുള്ള ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും വാക്യങ്ങൾ ഒക്കെ പറയാൻ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അശാഇറകൾ, അതാണ് ഇവരുടെ ഉസൂൽ. ഇനി നമ്മുടെ നാട്ടിന്റെ പുറത്തു വന്നാൽ മാതുരീദികൾ, അവരെക്കുറിച്ച് വളരെ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്താം, ഒന്ന് മനസ്സിലാക്കാൻ. അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കുക, അവരും അശാഇറകളും തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇബ്നു സുബ്കി അദ്ദേഹത്തിന്റെ തബഖാത്തു ഷാഫിഇയ്യയിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചതായി കാണാം, അശാഇറകളും മാതുരീദിയും തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എത്ര മസ്അലകളിലാണ് അഭിപ്രായ വ്യത്യാസം എന്നതിൽ പണ്ഡിതന്മാർ ചില ആളുകൾ 3, ചില ആളുകൾ 30, 40 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് ഇബ്നു സുബ്കി തന്നെ പറഞ്ഞതായി കാണാം. പിൽക്കാലഘട്ടത്തിൽ വന്ന മാതുരീദി മദ്ഹബിലെ ഒരു പണ്ഡിതൻ, ഒരു വഴിപിഴച്ച അങ്ങേയറ്റം വലാലത്തിന്റെ നേതാവായ പണ്ഡിതൻ സാഹിദ് അൽ കൗസരി എന്ന് പറയുന്ന പിഴച്ച മാർഗത്തിൽ വന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞതായി നമുക്ക് കാണാം, അശാഇറകളുടെയും മാതുരീദികളുടെയും ഇടയിലുള്ള ഒരു മൻഹജാണ് മാതുരീദി, അശാഇറകളുടെയും മുഅ്തസിലിയത്തിന്റെയും ഇടയിലുള്ള ഒരു മൻഹജാണ് മാതുരീദി മൻഹജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ സാഹിദ് അൽ കൗസരി എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ ഉലമാക്കളെ ചീത്ത പറയുന്ന, പലരെയും തക്ഫീർ നടത്തിയ, വളരെ വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാമ അബ്ദുറഹ്മാൻ അൽ മുഅല്ലിമിയും ഷംസുദ്ദീൻ അൽ അഫ്ഗാനിയും റഹിമഹുമുല്ലാ അവർക്ക് വളരെ ശക്തമായി മറുപടി നൽകിയതായി നമുക്ക് കാണാം. അപ്പോൾ നാം പറഞ്ഞതിന്റെ ഉദ്ദേശം, അശാഇറകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം എല്ലാ വിഷയങ്ങളും ഇവരും വിശ്വസിക്കുന്നുണ്ട്, മാതുരീദികളും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഖബറുൽ ആഹാദുമായി ബന്ധപ്പെട്ട് മാതുരീദി എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായി മനസ്സിലാക്കരുത്. ഇന്ത്യയിൽ കേരളം വിട്ടാൽ അധിക സംസ്ഥാനങ്ങളിലുള്ള ആളുകളും പിൻപറ്റുന്നത് മാതുരീദി അഖീദയാണ്. മാതുരീദികൾ ഖബറുൽ ആഹാദ് നിഷേധിക്കുന്നവരാണ്. അവരുടെ പണ്ഡിതനായ നാസിരി അൽ മാതുരീദി അദ്ദേഹത്തിന്റെ അന്നൂറുൽ ലാമിഅ എന്ന കിതാബിൽ പറയുന്നു, ലാ തംബനിൽ അഖായിദു അലാ അഖ്ബാരിൽ ആഹാദ്, ഖബറുൽ ആഹാദിൽ വിശ്വാസം സ്വീകരിക്കാൻ പറ്റില്ല. ഖബറുൽ ആഹാദിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം സ്വീകരിക്കാൻ പറ്റില്ല. ഇത് അഹ്ലുസുന്നയുടെ വാദത്തിനെതിരാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തംഹീദിന്റെ മുഖദ്ദിമയിൽ അഹ്ലുസുന്നയുടെ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. അവർ അഖീദയിൽ അഖ്ബാറുൽ ആഹാദ് സ്വീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ ഉലൂവ് നിഷേധിച്ച വ്യക്തിയാണ് അബൂ മൻസൂർ അൽ മാതുരീദി. അല്ലാഹുവിന്റെ ഉലൂവ് നിഷേധിച്ച വ്യക്തിയാണ് അബൂ മൻസൂർ അൽ മാതുരീദി. അദ്ദേഹത്തിന്റെ അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ
അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അശാഇറകളാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്ത വിഭാഗം. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്. ഇപ്പോഴും തബ്ലീഗിന്റെ ചില സ്ഥാപനങ്ങളിൽ, ഇന്നലെ ഒരു സഹോദരൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരൊക്കെ ആ വിദ്യാർത്ഥികളോട് അശാഇറ അഖീദ, അതാണ് ശരിയായ അഖീദ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതായി ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ അഖീദ. ഹദീസുകൾ തള്ളുക, ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുക, ഇത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഉദ്ധരിച്ചത്, അവരുടെ ഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത് നാം മനസ്സിലാക്കുക. അടുത്ത ഒരു കാര്യം തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കിനി സമയം വളരെ കുറവാണ്. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വലാലത്തിന്റെ മാർഗത്തിലുള്ള ഒരു ജമാഅത്താണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുണ്ടാക്കിയത് ആരാണ്? മുഹമ്മദ് ഇല്യാസ് അൽ ഖാന്തലവിയാണ്. മുഹമ്മദ് ഇല്യാസ് അൽ ഖാന്തലവി. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും ഒന്നും പറയുന്നില്ല. അദ്ദേഹമാണ് അതിന്റെ സ്ഥാപകൻ. ചില അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജമാഅത്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വപ്നത്തിലൊക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകിയതാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയാം. അവരുടെ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല, മുഹമ്മദ് ഇല്യാസ് അൽ ഖാന്തലവിയുടെ അടുത്തൊരു കുടുംബമാണ് സക്കരിയ മൗലാന എന്നവർ പറയുന്ന വ്യക്തി, സക്കരിയ അൽ ഖാന്തലവി. അദ്ദേഹമാണ് അവരുടെ പ്രധാനപ്പെട്ട ഫളായിൽ കിതാബുകൾ, ഫളായിലുസ് സദഖാത്ത്, ഫളായിലുൽ ഹജ്ജ് തുടങ്ങിയ കിതാബുകൾ എഴുതിയത്. ഈ കിതാബുകൾ സഹോദരങ്ങളെ, ഈ എഴുതിയിരിക്കുന്ന വ്യക്തി, ഈ സക്കരിയ മൗലാന എന്ന് പറയുന്ന വ്യക്തി നഖ്ശബന്ദി തരീഖത്തുകാരനാണ്. നഖ്ശബന്ദി തരീഖത്തുകാരനാണ്. നഖ്ശബന്ദി തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ നഖ്ശബന്ദി തരീഖത്ത് എന്ന് പറയുന്ന തരീഖത്ത് വളരെ പ്രശസ്തമായ ഒരു തരീഖത്താണ്. മുഹമ്മദ് ബഹാഉദ്ദീൻ ഷാ നഖ്ശബന്ദ് എന്ന് പറയുന്ന ഹിജറ 8-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്ന തരീഖത്തിനാണ് നഖ്ശബന്ദി തരീഖത്ത് എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് മക്കയിലെ കാഫിരീങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ആരെയാണ് വിളിക്കാറ്? അള്ളാഹുവിനെയാണ്. പക്ഷെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇവർ പറയുന്നതനുസരിച്ച് എത്ര വലിയ പ്രയാസങ്ങൾ വന്ന ഘട്ടത്തിലാണെങ്കിലും അവർ ആരോട് ദുആ ചെയ്യും, അല്ലെങ്കിൽ അവർ ആരോട് സഹായം ചോദിക്കും? ഇവരുടെ നേതാക്കന്മാരോട്. ഇവർ ഔലിയാക്കൾ എന്ന് വിശ്വസിക്കുന്നവരോട് ഇവർ സഹായം ചോദിക്കും. നബ്ഹാനിയുടെ ജാമിഉ കറാമാത്തിൽ ഔലിയായിലും അതുപോലെ തന്നെ മുഹമ്മദ് അൽ അമീൻ അൽ ഖുർദിയുടെ അൽ മവാഹിബുസ് സർമദിയ ഫി മനാഖിബിൻ നഖ്ശബന്ദിയ എന്ന ഗ്രന്ഥത്തിലൊക്കെ ധാരാളം ചരിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കടലിൽ മുങ്ങിത്താകുന്നവൻ, അവൻ ഇവരുടെ ഷെയ്ഖിനെ വിളിച്ചപ്പോൾ ഷെയ്ഖ് വന്ന് രക്ഷപ്പെടുത്തുന്ന കഥകൾ. അതുപോലെ തന്നെ ഷെയ്ഖിന്റെ നാട്ടിലേക്ക് ഒരു വെള്ളപ്പൊക്കം വന്നു, ധാരാളം ആളുകൾ മരണപ്പെട്ടപ്പോൾ ഷെയ്ഖ് പറയുകയാണ് വെള്ളത്തെ നോക്കിക്കൊണ്ട്, നിനക്ക് കഴിയുമെങ്കിൽ എന്നെ നീ ഒന്ന് വെള്ളത്തിന്റെ കൂടെ ചുമക്കുക എന്ന് പറഞ്ഞപ്പോൾ വെള്ളം തിരിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള പല കഥകളും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ഒരു തരീഖത്താണ് നഖ്ശബന്ദി തരീഖത്ത് എന്നുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയം കുറവാണ്. ഈ സക്കരിയ അൽ ഖാന്തലവി, അതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം ഈ നഖ്ശബന്ദി തരീഖത്തിലുള്ള ഒരു ഷെയ്ഖായിരുന്നു. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ മനഹജിലുള്ള വ്യക്തിയല്ല. അദ്ദേഹമാണ് ഈ ഫളായിലുൽ അഅമാലും ഫളായിലുസ് സദഖാത്തും ഒക്കെ എഴുതിയിരിക്കുന്നത്. ഈ നഖ്ശബന്ദി തരീഖത്തിന് പല വിചിത്രവാദങ്ങളുമുണ്ട്. മരണപ്പെട്ടവരുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്നവരുമായി സംസാരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള വാദങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഈ തരീഖത്ത്. തരീഖത്ത് ചിന്താഗതികൾ പലതും ചില പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ഹിന്ദു സംസ്കാരങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സംസ്കാരങ്ങളിൽ നിന്ന് ഇവർ പഠിച്ചെടുത്തതാണ്. പറഞ്ഞത് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്ഥാപകന്മാർ അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ നഖ്ശബന്ദി തരീഖത്തിലുള്ളവരാണ്. അവരെല്ലാവരും ഈ രൂപത്തിലുള്ള തരീഖത്തുകൾ അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായും ഉള്ളത് ഏതൊക്കെയാണ്? 4 തരീഖത്തുകളാണ്: നഖ്ശബന്ദിയ, ചിശ്തിയ, സുഹ്റവർദിയ, ഖാദിരിയ. ഈ 4 തരീഖത്തുകളെ അംഗീകരിക്കുന്നവരാണ് നഖ്ശബന്ദി തരീഖത്തിന്റെ ആളുകൾ. അവരുടെ പ്രധാന അവലംബം എന്താണ്? ഫളായിലുൽ അഅമാൽ, ഫളായിലുൽ ഹജ്ജ് പോലുള്ള ഗ്രന്ഥങ്ങളാണ്. ഈ ഫളായിലുൽ ഹജ്ജിൽ അതിന്റെ മലയാളം ഇറങ്ങിയിട്ടുണ്ട്. ആ ഫളായിലുൽ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് 60 മര്യാദകൾ പറയുന്നുണ്ട്. അത് മൗദൂആയ ഹദീസുകളുടെ ഒരു സമാഹാരമാണ്. മൗദൂആയ ഹദീസുകൾ ധാരാളം അതിലുണ്ട്. അത് മാറ്റി നിർത്തിയാൽ തന്നെ അതിൽ ഇവർ സ്ഥാപിക്കുന്ന ആശയങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിലേക്ക് വന്നാൽ പ്രവാചകനോട് എന്ത് ചോദിക്കണം? അസ്അലുക ശഫാഅ, പ്രവാചകരെ ഞാൻ താങ്കളോട് ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ഉലൂഹിയത്തിലുള്ള ശിർക്കല്ലേ? ഇത് ഉലൂഹിയത്തിലുള്ള ശിർക്കാണ്. മരണപ്പെട്ട പ്രവാചകനോട് നേരിട്ട് ചോദിക്കാൻ ഫളായിലുൽ ഹജ്ജിൽ സക്കരിയ അൽ ഖാന്തലവി പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. അവരുടെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ അവരുടെ ചില ഗ്രന്ഥങ്ങളിൽ ലോകം നിയന്ത്രിക്കുന്നതിൽ അവരുടെ മശായിഖന്മാർക്ക് പങ്കുണ്ട് എന്ന് പറയുന്നു. ഇനി അസ്മാഉസ് സിഫാത്തിന്റെ വിഷയങ്ങളിലേക്ക് വന്നാൽ ഉലൂഹിയത്ത് നമ്മൾ പറഞ്ഞു, റുബൂബിയത്ത് പറഞ്ഞു, ലോകം നിയന്ത്രിക്കുന്നതിൽ അവർക്ക് പങ്കുണ്ട്. അസ്മാഉസ് സിഫാത്തിൽ അവർ അശാഇറ മാതുരീദിയ തരീഖത്തിലാണ്.
അത് നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മാതുരീദിയാക്കൾ 8 സിഫാത്തുകൾ ഉണ്ട് എന്ന് പറയുന്നു, അശാഇറകൾ 7 സിഫാത്തുകൾ ഉണ്ട് എന്ന് പറയുന്നു. അതല്ലാതെ നോക്കിയാൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രൂപത്തിൽ വളരെ മോശമായ സമസ്ത വിഭാഗം വിശ്വസിക്കുന്ന ആശയം എന്താണോ, അശാഇറ മാതുരീദിയുടെ ആശയം എന്താണോ അത് അംഗീകരിക്കുന്ന ത്വരീഖത്തുകൾ അംഗീകരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇവരുടെ നേതാവാരായിരുന്നു മൂസ മൗലാനയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ചില പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ദാഇയ മില്ലത്ത് മൂസ മൗലാന സ്മരണിക എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം വന്നിട്ടുണ്ട്. അതിൽ ഹാജി അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് എഴുതുമ്പോൾ എന്റെ ഓർമ്മയിൽ മുൽഹിദായ ഇബ്നു അറബിയുടെ ഒരു വാക്കുദ്ധരിച്ച ശേഷം, അഥവാ നമ്മുടെ ഷെയ്ഖന്മാർക്ക് എങ്ങനെയാണ് ഖിദ്മത്ത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയുന്നു, അവരുടെ മുമ്പിൽ നമ്മൾ മയ്യത്തിനെ പോലെ നിൽക്കണം, അവർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, അവർ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം. അങ്ങനെ കാമിലായ ഷെയ്ഖന്മാരുടെ മുമ്പിൽ നമ്മൾ സമയം ചെലവഴിക്കണം. അതിന്റെ ആശയം എന്നിട്ട് അവസാനം പറയുന്നു, അങ്ങനെയുള്ള കാമിലായ ഷെയ്ഖാണ് മൂസ മൗലാന. അവരിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, അവർ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. അതിന്റെ അർത്ഥം എന്താ? അത്താഅത്തുൽ മുത്ലഖ, നിരുപാധികമായ അനുസരണം. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹുവിനും റസൂലിനും മാത്രം. അബൂബക്കറിന് പോലും നൽകാൻ പാടില്ല റളിയല്ലാഹു അൻഹു. അതാണ് സഹോദരങ്ങളെ ഇവരുടെ പുസ്തകങ്ങളിൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സാധുക്കളായ തബ്ലീഗിന്റെ ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ചില സാധുക്കളായ ചില തബ്ലീഗിന്റെ ആളുകൾ ചില പരിപാടികളൊക്കെ നടത്തി അവരുടെ സംസാരങ്ങളിൽ എന്ത് പറയുന്നുണ്ട്? നമ്മെ സലഫികൾ വിമർശിക്കുമ്പോൾ പറയുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ചില സലഫികൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉസ്താദുമാർ എഴുതിയതിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് ചില സാധുക്കളായ തബ്ലീഗുകാർ ഇന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു വ്യക്തി അഹ്ലുസുന്നയുടെ ഉലമാക്കൾ സംസാരിക്കുമ്പോൾ കിതാബിൽ ഒരു തെറ്റു വന്നാൽ നമ്മുടെ ഷെയ്ഖാണ്, നമ്മുടെ ഉസ്താദാണ്, നമ്മൾ അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞ് ആ തെറ്റ് മറച്ചു വെക്കാറുണ്ടോ? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു തെറ്റു വന്നാൽ അത് തെറ്റാണെന്ന് പറയാറില്ലേ? ഇബ്നു തൈമിയ്യയുടെ തെറ്റുകൾ അത് തെറ്റാണെന്ന് പറയാറുണ്ട്. ഇമാം അഹ്മദിന്റെ തെറ്റ് പറ്റിയാൽ അത് തെറ്റാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എവിടെയാണ് അത്തരത്തിൽ വിശദീകരിക്കുന്നത്? ഇവരുടെ ഉസ്താദ്മാര് പഠിപ്പിക്കുന്ന ഈ ആശയങ്ങൾ ഫളായിലുൽ അഅമാലും ഫളായിലുൽ ഹജ്ജിലും ഒക്കെയുള്ള ഈ ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും ഷിർക്കിന്റെയും ആശയങ്ങൾ അതെവിടെയാണ് ഇവർ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്? എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ ആൾ വന്നിട്ട് ഫളായിലുൽ ഹജ്ജിൽ ഇങ്ങനെ പ്രവാചകനോട് ഷിർക്ക് അല്ലെങ്കിൽ പ്രവാചകനോട് നേരിട്ടുള്ള സഹായത്തേട്ടമുണ്ട്, അത് ഷിർക്കാണ്, ഖുർആനിനെതിരാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നേരെ മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാമിന് ഇന്ന വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയല്ല എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. ഇമാം അഹ്മദ് ഈ വിഷയത്തിൽ സംസാരിച്ചത് ആ മസ്അല തെറ്റാണ് എന്ന് പറയാറുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലയെ കുറിച്ച്, നമ്മുടെ സമീപകാലം ജീവിച്ച ഇബ്നു ബാസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെ തെറ്റുകൾ ഷെയ്ഖ് അൽബാനി എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഹക്കിന് വേണ്ടി തജറുദായി നിൽക്കുന്നവരായിരുന്നു അഹ്ലുസുന്നയുടെ ഉലമാക്കൾ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാരെങ്കിലും ഇന്നത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഫളായിൽ ഹജ്ജിലുള്ള ഈ വിഷയങ്ങൾ ഇതൊക്കെ ഖുറാഫാത്താണ്, ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങൾക്കത് കാണാൻ സാധ്യമല്ല. ഈ സക്കരിയ അൽ ഖാന്തലവി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സഖാലത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ പറയുന്നു, അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട്. ഇത്ര പിഴച്ച വാദമാണ്. അതുപോലെ നിങ്ങൾക്കറിയാം, മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ട്, അനൽ ഹഖ്, ഞാനാണ് അല്ലാഹു. കാന്തപുരം മടവൂർ അങ്ങനെ പറഞ്ഞിരുന്നു, ഞാനാണ് അല്ലാഹു, അനല്ലാഹ്. അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത്ര ഹികായതൻ അനില്ലാ, ഞാൻ അല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. നൗഷാദ് അഹ്സനി കുരുവട്ടൂർ തരീഖത്തിന്റെ നേതാവ് ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്. മൻസൂർ അൽ ഹല്ലാജിന്റെ വാക്ക് അത് ശരിയായിരുന്നു, അതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ വാദം ശരിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് സക്കരിയ അൽ ഖാന്തലവി. സക്കരിയ അൽ ഖാന്തലവി പറയുന്നു, ഖൗലുൽ ഹല്ലാജ്, ഹല്ലാജ് പറഞ്ഞ വാക്ക് അനൽ ഹഖ്, ഞാനാണ് സത്യം എന്ന് പറഞ്ഞ വാക്ക്, ഖൗലുഹു സിദ്ഖുൻ വഹഖുൻ, അവർ പറഞ്ഞത് സത്യമാണ്, ഹല്ലാജ് പറഞ്ഞത് സത്യമാണ്. വലാകിൻ മാ കാന യൻബഗി ലഹു അൽ ജഹ്റു ബി, അത് തുറന്നു പറയേണ്ടിയിരുന്നില്ല, പക്ഷെ പറഞ്ഞത് സത്യമാണ്. ഹല്ലാജ് കാഫിറാണെന്ന് പണ്ഡിതന്മാർ വിധി വെച്ചിട്ടുണ്ട്. ഞാനാണ് അല്ലാഹു എന്ന് വാദിച്ചു. ആ വാദം അംഗീകരിച്ച വ്യക്തിയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഫളായിലുൽ ഹജ്ജും ഫളായിലുൽ അഅമാലൊക്കെ എഴുതിയിരിക്കുന്ന സക്കരിയ ഖാന്തലവി. എന്നിട്ട് ചില തബ്ലീഗുകാർ എന്ന് വന്ന് പറയുന്നു, സലഫികൾ അംഗീകരിക്കുന്ന ഉലമാക്കളുടെ പുസ്തകത്തിൽ അവരുടെ ഉലമാക്കൾ എഴുതിയതിൽ പിഴവുണ്ട്. ഇങ്ങനെയുള്ള പിഴവുകളില്ല എന്നത് 100% ഉറപ്പാണ്. ഇനിയുള്ള പിഴവുകൾ എന്താണെങ്കിൽ അത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ മദാരിജുസ് സാലിക്കിനുള്ള പ്രശ്നങ്ങൾ ഇന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ആളുകളാണെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന സ്വഭാവം അഹ്ലുസുന്നക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സമയം കുറവാണ്. ഇനി ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ
തബ്ലീഗുകാരെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സയ്യിദ് താലിബുർ റഹ്മാൻ ഹഫിളഹുല്ല അദ്ദേഹം അവരുടെ വിഷയത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ജമാഅത്തു തബ്ലീഗിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ഇന്ത്യയിലെ പണ്ഡിതനാണ്. ഇന്ത്യ പാകിസ്ഥാനിലുള്ള പണ്ഡിതനാണ്. അദ്ദേഹം അവരുടെ അഖീദ വിശദീകരിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ അതിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം. ഇനി പ്രധാനമായി ബാക്കിയുള്ള ഒരു സംഘം, ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ്? സലഫി മൻഹജിന്റെ ഫضല് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലുള്ള സൂഫികൾ, അതുപോലെയുള്ള വ്യത്യസ്തമായ ആളുകൾ, അവർ എത്രമാത്രം ദലാലത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ നേതാക്കന്മാർ അൽ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടന ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവാരാണ്? ഹസനുൽ ബന്ന, അതുപോലെ തന്നെ അഹ്മദ് സുക്കരി, അങ്ങനെയുള്ള ചില ആളുകളാണ്. ഇന്നവർ ഏറ്റവും അധികം പറഞ്ഞു നടക്കുന്ന ഒരു പേരാരാണ്? ഹസനുൽ ബന്നയും സയ്യിദ് ഖുതുബുമാണ്. ഹസനുൽ ബന്നയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൂഫിയായിരുന്നു. കറകളഞ്ഞ സൂഫി. ഇമാം അബൂ സുറഅത്ത് അർ-റാസി റഹിമഹുള്ളയുടെ അരികിൽ വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞു, അദ്ദേഹം മുഹദ്ദിദാണ്, അലമാണ്. ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച അഹ്ലുസുന്നയുടെ കിബാറുകളിൽപ്പെട്ട പണ്ഡിതൻ അബൂ സുറഅത്ത് അർ-റാസി അദ്ദേഹത്തിന് അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹാരിസുൽ മുഹാസിബിയുടെ കിതാബുകളെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഒഴിവാക്കിയേക്ക്. ഈ സമയം ആളുകൾ പറഞ്ഞു, അതിൽ ജനങ്ങൾക്ക് പല തസ്കിയത്തുമുണ്ട്. ഇമാം അബൂ സുറഅത്ത് അർ-റാസി റഹിമഹുള്ള പറഞ്ഞു, ഖുർആനിലും സുന്നത്തിലും തസ്കിയത്തുണ്ട്. ആ തസ്കിയത്തില്ലാത്തവൻ, അല്ലെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തസ്കിയത്ത് സ്വീകരിക്കാത്തവൻ ഒരു ഗ്രന്ഥത്തിന്റെ തസ്കിയത്തും അവന് ഉപകാരപ്പെടുകയില്ല. ഇമാം ദഹബി റഹിമഹുള്ള സിയറിൽ ഈ ചരിത്രം ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, ആ കാലഘട്ടത്തിലുള്ള ഗ്രന്ഥം കണ്ടിട്ട് അബൂ സുറഅത്ത് അർ-റാസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ കണ്ടാൽ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്ന് ഇമാം ദഹബി റഹിമഹുള്ള സിയറിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹസനുൽ ബന്ന സൂഫിയാണ്. ഷാദുലി തരീഖത്ത് അനുസരിച്ച് ബൈഅത്ത് ചെയ്ത വ്യക്തിയായിരുന്നു ഹസൻ അൽ ബന്ന എന്ന് പറയുന്ന ഈ വ്യക്തി. ഇഖ്വാനി നേതാവായ സഈദ് ഹവ്വ അദ്ദേഹത്തിന്റെ തർബിയത്തുന അർ-റൂഹിയ്യ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, ഇന്ന عند جماعة الإخوان المسلمين أورادا وأذكارا صوفية يجتمعون عليها. നമ്മൾ ഇഖ്വാനികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാത്രമായി ചില അദ്കാറുകൾ നമുക്ക് മാത്രമായി ഉണ്ട്. സൂഫി തരീഖത്ത് അനുസരിച്ചുള്ള അദ്കാറുകൾ. ഹസനുൽ ബന്ന അത്തരത്തിലുള്ള അദ്കാറുകൾ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അബുൽ ഹസൻ അലി അന്നദ്വി എന്ന് പറയുന്ന തബ്ലീഗിന്റെ നേതാവ് പറയുന്നു, അദ്ദേഹം മരിക്കുന്നതുവരെ, ഹസനുൽ ബന്ന മരണപ്പെടുന്നതുവരെ ഈ അദ്കാറുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പരിപാടികളിൽ പോകുന്ന വ്യക്തിയായിരുന്നു ഹസനുൽ ബന്ന. ആ പരിപാടികളിൽ പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ വന്നു പങ്കെടുത്തു എന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു ഹസനുൽ ബന്ന. അങ്ങനെ വരിക മാത്രമല്ല, ഹസനുൽ ബന്ന പാടാറുണ്ട്, ഹാദ നബിയ്യു മഅൽ അഹ്ബാബി ഖദ് ഹളറ വസാമഹൽ കുല്ല ഫീമാ ഖദ് മള വജറ. ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ സദസ്സിൽ വരികയും ഇവിടെ പാപങ്ങൾ ചെയ്തവരുടെ പാപങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പാക്കി നൽകുകയും ചെയ്തു എന്ന് ഹസനുൽ ബന്ന പറയാറുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റിസ്ഖ് അദ്ദേഹത്തിന്റെ ഹസനുൽ ബന്ന ബി അഖ്ലാമി തലാമീദി എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇഖ്വാനികളുടെ നേതാവായ അവരുടെ ചരിത്രകാരൻ മഹ്മൂദ് അബ്ദുൽ ഹലീം അദ്ദേഹത്തിന്റെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ അഹ്ദാഥുൻ സനഅത്തി താരീഖ് എന്ന കിതാബിൽ പറയുന്നു, ഹസനുൽ ബന്ന റാഫിദിയാക്കളും അഹ്ലുസുന്നയും ഇടയിൽ യോജിക്കണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഹസനുൽ ബന്നയെ കുറിച്ച് ഇഖ്വാനികളുടെ മൂന്നാമത്തെ മുർഷിദായ ഉമർ അച്ചൽ മസാനി പറയുന്നതായി കാണാം. ഹസനുൽ ബന്ന ഇങ്ങനെ പറയാറുണ്ട്, എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം, ഇഅ്ലമു അന്നനാ വശിയ, അറിയുക നമ്മളും ഷിയാക്കളും നജ്തമിഉ ഫീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ യോജിക്കുന്നവരാണ്. വമാ അദാ ദാലിക ഉമൂറുൻ ലാ തസ്തൗജിബു ഇദാഅ, അതിനു പുറമെയുള്ള ഒരു കാര്യവും നമ്മൾ തമ്മിൽ ശത്രുതയുണ്ടാവേണ്ടതില്ല. ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് ശത്രുത കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹസനുൽ ബന്ന പറയുന്നതായി ഉമർ അച്ചൽ മിസാനി പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷിയാക്കൾ ആയിഷ റളിയല്ലാഹു അൻഹ വിചാരണിയാണെന്ന് പറയുന്നവർ, അബൂബക്കറിനെ തക്ഫീർ നടത്തുന്നവർ, ഉമറിനെ കാഫിറാക്കുന്നവർ, ആയിഷ റളിയല്ലാഹു അൻഹയെ അവസാന കാലഘട്ടത്തിൽ ഖബറിൽ നിന്ന് പുറത്തേക്കെടുത്ത് വ്യഭിചാരിണിയുടെ വിധി നടപ്പിലാക്കുമെന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട സമുദായം, അവരെ കുറിച്ച് പറയുന്നു, അവരും തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ ശത്രുതയുടെ ആവശ്യമൊന്നുമില്ല. ഇതാണ് സഹോദരങ്ങളെ ഹസനുൽ ബന്നയെ പോലെയുള്ള ആളുകൾ പറയുന്ന വിശ്വാസം. അതുപോലെ തന്നെ ഹസനുൽ ബന്ന അദ്ദേഹത്തിന്റെ ധാരാളം പ്രശ്നങ്ങൾ
അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കൂട്ടത്തിൽപ്പെട്ട മഹ്ദി ആകിഫ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, അവരുടെ കൂട്ടത്തിൽപ്പെട്ട മഹ്മൂദ് അസ്സബ്ബാഗ് അൽ ഇഖ്വാനി, മഹ്മൂദ് അസ്സബ്ബാഗ് എന്ന് പറയുന്ന വ്യക്തി അത്തൻളീമുൽ ഖാസ് ലി ജമാഅത്തിൽ ഇഖ്വാൻ അൽ മുസ്ലിമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്നലി ഇമാമിന, നമ്മുടെ നേതാവിനുണ്ട്, ആർക്ക്? ഹസനുൽ ബന്നക്കുണ്ട്, വലി മുർഷിദിന, നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുകൾക്കുണ്ട്. എന്തുണ്ട്? അത്താഅത്തുൽ മുത്ലഖ, നിരുപാധികമായ അനുസരണം. അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. ഇത് സഹോദരങ്ങളെ അനുവദനീയാണോ? ഇത് അല്ലാഹുവിനും റസൂലിനും മാത്രമുള്ളതാണ്. അതല്ലാതെ നമ്മുടെ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. അവർ തന്നെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നേതാവിന്റെ മുമ്പിൽ നമ്മൾ മയ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെയാണ്. അഫ്വൻ, നമ്മുടെ നേതാവിന്റെ മുമ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മയ്യത്തിന്റെ കൂടെയുള്ളവരെ പോലെയാണ്. എന്ത് പറഞ്ഞാലും ഇപ്പൊ മയ്യത്തിനെ കുളിപ്പിക്കുന്നവർക്ക് എങ്ങനെയും ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ നേതാവിന് എന്ത് പറഞ്ഞാലും നമ്മൾ മയ്യത്തിനെ പോലെ ഇരുന്നു കൊടുക്കുമെന്ന് അവരുടെ നേതാക്കന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും പിഴച്ച വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു ഹസൻ അൽ ബന്ന. ഇതാണ് ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാവ്. അതുപോലെ തന്നെ മഹ്ദി ആകിഫ് എന്ന് പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാവ് പറയുന്നു, ലൈസ ഹുനാക أحق من أن يقول الحق كما أنزل على محمد صلى الله عليه وسلم إلا الإخوان المسلمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചതുപോലെ ഹക്ക് തുറന്നു പറയുന്നവർ ഇഖ്വാനികൾ മാത്രമാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹസനുൽ ബന്നയുടെ അവസ്ഥ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹസനുൽ ബന്നയെ വിമർശിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഹസനുൽ ബന്ന തെറ്റായിരുന്നു, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വാദങ്ങൾ ശിർക്കിന്റെ വാദങ്ങളാണ്, ശിർക്കിന്റെ വാദങ്ങൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പാപങ്ങൾ മാപ്പാക്കുമെന്ന് പറയുന്നില്ലേ? ഇത്തരത്തിലുള്ള ഗുരുതരമായ വാദങ്ങൾ പറഞ്ഞ ഹസനുൽ ബന്നയെ ഒരു തവണയെങ്കിലും ഇഖ്വാനികൾ എതിർത്തതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സയ്യിദ് ഖുതുബിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് മാത്രം ഒരു ദർസ് വേണം. അത്രയും അധികം ബിദ്അത്തിന്റെ വാദങ്ങൾ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നും സയ്യിദ് ഖുതുബിനെ പറ്റി പറയുന്നത് എന്താണ്? ഷഹീദ് സയ്യിദ് ഖുതുബ് എന്നാണ് പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ അത്തസ്വീറുൽ ഫന്നി എന്ന ഗ്രന്ഥത്തിൽ 200-ാമത്തെ പേജിൽ പറയുന്നു, ഞാൻ ഇബാറത്തുകൾ വായിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. അദ്ദേഹം പറയുന്നു, രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ട് നബിമാരെ ഉദാഹരണങ്ങൾ പറയുന്നു. ഒന്ന് ഇബ്രാഹിം, മറ്റൊന്ന് മൂസ അലൈഹിമസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരോട് സ്നേഹമുള്ള അനുകമ്പയുള്ള പ്രവാചകൻ. ശേഷം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു, പക്ഷപാതിത്വമുള്ള വളരെ മോശമായ രൂപത്തിൽ അത്തരത്തിലുള്ള അഥവാ അനുകമ്പയുള്ള വ്യക്തിക്ക് നേരെ വിപരീതമായിട്ടുള്ള വ്യക്തി എന്താണോ അതിനുദാഹരണമായി ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ അത്തസ്വീറുൽ ഫന്നി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ദിലാലുൽ ഖുർആനിൽ സയ്യിദ് ഖുതുബ് പറയുന്നു, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, മൻ ഖാല ബിഖൗലി ജഹ്മിൻ ഫിൽ ഖുർആനി ഫഖദ് കഫർ. ആരെങ്കിലും ജഹ്മിബ്നു സഫ്വാന്റെ വാദം ഖുർആന്റെ വിഷയത്തിൽ പറഞ്ഞാൽ അവൻ കാഫിറാണ്. എന്താണ് ജഹ്മിബ്നു സഫ്വാന്റെ വാദം? വലത്തെയുണ്ട്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത്. സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ എന്ന കിതാബിൽ 206-ാമത്തെ പേജിൽ പറയുന്നു, 206-ാമത്തെ പേജിൽ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ ചെറുതായി അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ കുറ്റം പറഞ്ഞു. ശേഷം പറയുകയാണ്, അതിലെ 189-ാമത്തെ പേജിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ വിപ്ലവം നടത്തിയ ആളുകൾ, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്ന ആളുകൾ, അവരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇസ്ലാമിനോട് ബന്ധമുണ്ടായിരുന്നവർ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ സാധിക്കുക? ഒരു മുസ്ലിമിന് എങ്ങനെയാ പറയാൻ സാധിക്കുക? ഇത്രയും ഗുരുതരമായ വാദം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ദീനുമായി ബന്ധമുള്ളവർ. അതുപോലെ തന്നെ അതേ ഗ്രന്ഥത്തിൽ 161-ാമത്തെ പേജിൽ പറയുന്നു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നുൽ ആസിനെയും കുറിച്ച് പറയുന്നു, ഇന്ന മുആവിയത വസമീലഹു അംറൻ എന്ന് പറഞ്ഞ് മുആവിയയും അദ്ദേഹത്തിന്റെ സഹോദരൻ അംർ ഇബ്നുൽ ആസും എന്ന് പറഞ്ഞ് പറയുകയാണ് ഈ രണ്ടാളുകളെ കുറിച്ച്. അവരിലുണ്ടായിരുന്ന വിശേഷണങ്ങൾ അൽ കദിബ്, കളവ് പറയുന്നവരാണ്, അൽ ഗിഷ്. ഒരാൾ ബാങ്ക് കൊടുത്തോ? അവരെ കുറിച്ച് പറയുന്നു, അവർ കളവ് പറയുന്നവരാണ്, അതുപോലെ തന്നെ വഞ്ചന കാണിക്കുന്നവരാണ്, അതുപോലെ തന്നെ നിഫാഖുള്ളവരാണ്, അതുപോലെ തന്നെ
കൈക്കൂലി ഇടപാട് നടത്തുന്നവരാണ്. ഇത്തരത്തിൽ സകല മോശപ്പെട്ട കാര്യങ്ങളും ഈ സഹാബത്തിനെ കുറിച്ച് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. സയ്യിദ് ഖുതുബ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് ചില ആളുകൾ പറയുന്നു സയ്യിദ് ഖുതുബ് അഹ്ലുസുന്നയുടെ ഇമാമാണ്. സഹാബത്തിനെ ചീത്ത പറഞ്ഞവൻ എങ്ങനെയാണ് അഹ്ലുസുന്നയുടെ ഇമാമാവുക? ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞവൻ എങ്ങനെയാണ് അഹ്ലുസുന്നയുടെ ഇമാമാവുക? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മോശമായി ചിത്രീകരിച്ചവർ എങ്ങനെയാണ് അഹ്ലുസുന്നയുടെ ഇമാമാവുക? അതുപോലെ തന്നെ അബൂ സുഫിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തെ കുറിച്ച് സയ്യിദ് ഖുതുബ് പറയുന്നു, മാ നഫദൽ ഇസ്ലാമു ഇലാ ഖൽബി ദാലിക അർറജുൽ, അയാളുടെ മനസ്സിലേക്ക് ഇസ്ലാം പ്രവേശിച്ചിരുന്നില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നജ്റാനിലെ ഭരണാധികാരിയായി പ്രവാചകൻ ഏൽപ്പിച്ച വ്യക്തിയാണ് അബൂ സുഫിയാൻ. പ്രവാചകൻ തൃപ്തിപ്പെട്ട സഹാബി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാം കയറിയിരുന്നില്ല. വിശദീകരിക്കുന്നുണ്ട് സയ്യിദ് ഖുതുബ് പറയുന്നു, അദ്ദേഹത്തിന്റെ ഇസ്ലാം വെറും ചുണ്ടുകൾ കൊണ്ടുള്ള ഇസ്ലാം ആയിരുന്നു, അതല്ലാതെ മനസ്സിൽ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് സയ്യിദ് ഖുതുബ് പറയുന്നു. ഇന്ന് ചില ആളുകൾ ന്യായീകരിച്ചുകൊണ്ടെന്ന് പറയും, അത് സയ്യിദ് ഖുതുബ് അറിയാതെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അത് മനസ്സിലായിരുന്നില്ല എന്ന് ചില സാഹചര്യങ്ങളിൽ ചില ഇഖ്വാനികൾ പറയാറുണ്ട്. അത് തെറ്റാണ്. മഹ്മൂദ് ഷാക്കിർ റഹിമഹുല്ലാ അവർക്ക് നസീഹത്ത് നൽകിയിട്ടുണ്ട്, ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായി സയ്യിദ് ഖുതുബ് ചെയ്തത് എന്താ? മഹ്മൂദ് ഷാക്കിർ റഹിമഹുല്ലയെ വളരെ മോശമായി കുറ്റപ്പെടുത്തി, അദ്ദേഹത്തെ വിഡ്ഢിയാക്കിക്കൊണ്ട് സംസാരിച്ചു. അതല്ലാതെ സയ്യിദ് ഖുതുബിന് ഈ കാര്യങ്ങളിൽ നസീഹത്ത് നൽകപ്പെട്ടിരുന്നു. അതുപോലെ നേരത്തെ നാം പറഞ്ഞ ആഹാദായ ഹദീസുകൾ തള്ളിയ വ്യക്തിയാണ് സയ്യിദ് ഖുതുബ് ദിലാലുൽ ഖുർആനിൽ. അതുപോലെ തന്നെ അൽ അഷ്മാവി അദ്ദേഹത്തിന്റെ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു. അഷ്മാവി പറയുന്നതായി അദ്ദേഹത്തിന്റെ താരീഖുൽ കുബ്ര എന്ന താരീഖുസ് സിരി എന്ന കിതാബിൽ 80-ാമത്തെ പേജിൽ കാണാം, സയ്യിദ് ഖുതുബിനോട് മുസ്ലിമീങ്ങൾ അറുത്തിരിക്കുന്ന മാംസം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അറുത്തിരിക്കുന്ന മാംസം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അഹ്ലുൽ കിതാബായി പരിഗണിച്ചുകൊണ്ട് കഴിക്കാം. ജുമാ നിസ്കാരത്തിന് നിങ്ങൾ പള്ളിയിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഈ പള്ളിയൊന്നും മുസ്ലിമീങ്ങളുടെ പള്ളിയല്ല, ഇത് മഅാബിദ് ജാഹിലിയ്യയാണ്, ജാഹിലിയ്യ കാലഘട്ടത്തിലെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നിൽ ജുമാക്ക് പോകാറില്ലായിരുന്നു സയ്യിദ് ഖുതുബ്. ഈ രൂപത്തിലുള്ള വിശ്വാസം പേറി നടന്ന വ്യക്തിയാണ് സയ്യിദ് ഖുതുബ് എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ടാണ് ഇദ്ദേഹത്തെ ഇന്ന് ഷഹീദായും വലിയ സംഭവമായിട്ടൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട വിശ്വാസങ്ങൾ പേറി നടക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്തണം. വിശ്വാസം അവർക്കൊരു പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ. അതിന്റെ ഒരു സംഘടനയാണ്, പോഷക സംഘടനയാണ് നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമി. അവരെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് വേണോ, മ്യൂസിക് കേട്ടോ, ആണും പെണ്ണും കൂടി കലരണോ, ആണും പെണ്ണും കൂടി കലർന്നോളൂ, ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അവരെ എവിടെയെങ്കിലും അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് അത്തരത്തിലുള്ള ചർച്ചകളില്ല. ഇനിയിപ്പോ ചിലപ്പോ എന്താ പറയാ, അവർ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. പൊതുവായി അവർക്ക് കേരളത്തിലുള്ള മുഖം സലഫി അഖീദ, അഹ്ലുസുന്നയുടെ അഖീദ, സഹാബത്തിനെ ബഹുമാനിക്കുക, നുസൂസുകൾ ബഹുമാനിക്കുക എന്നൊരു മുഖം അവർക്ക് കേരളത്തിലില്ല. അവർ ഇത്രയും പിഴച്ച വിശ്വാസത്തിന്മേലുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞത്, ഈ പറയപ്പെട്ട വിഭാഗങ്ങളൊക്കെ അവരുടെ നേതാക്കന്മാരിൽ നിന്ന് ഈ പിഴവുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ സ്വീകരിക്കാനും തള്ളാതിരിക്കാനും അവർ അതൊരു മാർഗമായി സ്വീകരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ നാം കരുതിയിരിക്കുക. മജ്മുഉൽ ഫതാവയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ, ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ ബന്ധം സ്ഥാപിക്കുകയും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് മുബ്തദിഇന്റെ അടയാളമാണ്. ഈ പറയപ്പെട്ട വിഭാഗങ്ങളിലൊക്കെ ധാരാളം ബിദ്അത്തിന്റെ അംശങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ നാം കരുതിയിരിക്കുക, ശരിയായ മൻഹജിൽ നാം ഉറച്ചു നിൽക്കുക, അഹ്ലുസുന്നയുടെ മാർഗം നാം മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞോട്ടെ. തയ്യബ്, അവസാനം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രമാണങ്ങൾ നാം സ്വീകരിക്കുന്ന വിഷയം, നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ സഹാബത്തിന്റെ ഫഹമുമാണ്. ഇവിടെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തും സലഫി ഫഹ്മുസ് സലഫ് അനുസരിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സലഫിയാണ്, അദ്ദേഹം സലഫി മൻഹജിലുള്ള വ്യക്തിയാണ്. ഇനി എപ്പോഴാണ് ഒരു വ്യക്തി സലഫി മൻഹജിൽ നിന്ന് പുറത്താകുന്നത്? അതിനു മുമ്പ് ചെറിയൊരു വിഷയം, അഹ്ലുസുന്നയുടെ അരികിൽ മസായിലുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഖിലാഫുള്ള മസ്അലകൾ, പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകൾ. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുക, ഇൻഷാ അല്ലാഹ് ഉപകരിക്കും. അഹ്ലുസുന്നയുടെ അരികിൽ മസ്അലകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്
മസായിലുൽ ഖിലാഫ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം പാടില്ലാത്ത മസായിലുകൾ, അതിന് മസായിലുൽ ഖിലാഫ് എന്ന് പറയുക. രണ്ടാമത്തേത് അൽ മസായിലുൽ ഇജ്തിഹാദിയ, ഇജ്തിഹാദിയായ മസായിലുകൾ അഥവാ അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള മസായിലുകൾ. മനസ്സിലായോ? ഇങ്ങനെ മസാലകൾ രണ്ട് രൂപത്തിലാണ്. ഇപ്പം ഇജ്തിഹാദിയായ മസായിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകറച്ച് കഴിച്ചാൽ വുളു മുറിയുമോ, അത്തരത്തിലുള്ള മസായിലുകൾക്കാണ് എന്ത് പറയുക, മസായിൽ ഇജ്തിഹാദിയ എന്ന് പറയുന്നത്. ഈ മസായിൽ ഇജ്തിഹാദിയയിൽ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസം, ഈ അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്ന അംഗീകരിച്ചതാണ്. എന്നാൽ മസായിലുൽ ഖിലാഫിൽ അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്ന അംഗീകരിച്ചതല്ല. ഇപ്പൊ ഫോട്ടോഗ്രാഫി അഹ്ലുസുന്ന അംഗീകരിച്ച അഭിപ്രായ വ്യത്യാസമാണ്. ചില പണ്ഡിതന്മാർ അനുവദിച്ചു, ചില പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞു, ചില പണ്ഡിതന്മാർ അത് ഫോട്ടോയിൽ തന്നെ പെടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മസലകൾ അഹ്ലുസുന്നക്കിടയിലുള്ള ഖിലാഫുള്ള വിഷയങ്ങൾ, അതിൽ ഒരിക്കലും കണിശത കാണിക്കാൻ പാടില്ല. തെളിവുകൾ അനുസരിച്ച് പരസ്പരം സംസാരിക്കാമെന്നല്ലാതെ കണിശത കാണിക്കാൻ പാടില്ല. അതാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. എങ്ങനെയാണ് ഒരു മസല ഖിലാഫിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കുക? അപ്പൊ നിങ്ങൾ ചില ആളോട് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ അത് ഖിലാഫിയ മസല, ഇജ്തിഹാദിയ മസല അല്ല. അതെങ്ങനെ മനസ്സിലാക്കുക? ഉലമാക്കൾ ആ മസലയെ എങ്ങനെയാ സമീപിച്ചത് നോക്കുക. ഇപ്പൊ ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി പറഞ്ഞു, അത് ഇജ്തിഹാദിയ മസലയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അഹ്ലുസുന്ന ഇജ്തിഹാദിയായി പരിഗണിച്ച മസലയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം സാധാരണയാണ്. ഒരു വ്യക്തിക്ക് എന്താണോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നത് അത് സ്വീകരിക്കാം. ദേഹേച്ഛ പിൻപറ്റാൻ പാടില്ല. എനിക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഹലാലാണ്, പാടില്ല. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു, അത് അനുവദനീയമാണ്, അദ്ദേഹത്തിന് സ്വീകരിക്കാം. എന്നാൽ ഖിലാഫായ മസായിലുൽ ഖിലാഫ്, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലൊരിക്കലും അഭിപ്രായ വ്യത്യാസം ശർഅ് അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഒരു വന്നല്ലേ ഷെയ്ഖ് വന്നില്ലേ? ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതുപോലെ തന്നെ ഒരു വ്യക്തി അഹ്ലുസുന്നയിലായി കഴിഞ്ഞാൽ, ഒരു വ്യക്തി പറഞ്ഞ എപ്പോഴും അഹ്ലുസുന്നയിലാവുക അല്ലെങ്കിൽ സലഫി ആവുക, ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഫഹം അനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ അഹ്ലുസുന്നയിലായ ഒരു വ്യക്തി എപ്പോഴാണ് അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോവുക? ഇജ്തിഹാദിയായ മസലയിൽ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോവോ? ഇല്ല. ഫോട്ടോഗ്രാഫി അനുവദനീയാണെന്ന് പറഞ്ഞാൽ പുറത്തു പോവില്ല. കാരണം അത് ഇജ്തിഹാദിയായ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള മസലയാണ്. എന്നാൽ